ഓട്ടിസം ADHD ഒക്കെ ശരിക്കും ഇൻക്രീസ്ഡ് ഇൻസിഡൻസും ആയിട്ടുണ്ട്. 0 to 3 ഇയേഴ്സിൽ നമ്മൾ ഒട്ടും സ്ക്രീൻ കൊടുക്കരുതെന്നാണ്. ഓട്ടിസം ഈസ് നോട്ട് മെൻ്റൽ റിട്ടാർഡേഷൻ. ഓട്ടിസം കുട്ടികൾ ചിലത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും. ലേണിംഗ് ഡിസബിലിറ്റി ഡസ് നോട്ട് മീൻ ദറ്റ് ദ ചൈൽഡ് ഈസ് നോട്ട് ഇൻ്റലിജൻറ്റ്. ഈ ADHDൻ്റെ ആ ഒരു കാരണം നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര തെറാപ്പി കൊടുത്തു, മെഡിസിൻ കൊടുത്തു, അത് ട്രീറ്റ് ആവില്ല. കുട്ടീനെ ബിഫോർ ഏജ് സ്കൂളിൽ അയക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ കുട്ടിക്കും നമ്മൾ എന്താണ് അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് അത് ഓരോ പർട്ടിക്കുലർ ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഫോളിക് ആസിഡ് ജസ്റ്റ് പ്രഗ്നൻ്റ് ആകുമ്പോഴല്ല എടുക്കേണ്ടത്. വെൻ യു പ്ലാൻ ഫോർ പ്രഗ്നൻസി ആ സമയത്ത് എടുക്കണം. ഫസ്റ്റ് 1 ഇയർ ആണ് ഏറ്റവും ക്രൂഷ്യൽ. ബട്ട് അപ് ടു 3 ഇയേഴ്സ് ആണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമ്മൾ ഉണ്ടാവുന്നത്. So today I have with me Dr. Neena Shilan, Consultant Developmental Pediatrician, Sunrise Hospitals, Kochi. ഡോക്ടർ, ഇപ്പോൾ മാതാപിതാക്കളെല്ലാം കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വളർച്ചയെക്കുറിച്ച് ഭയങ്കര ആശങ്കയുള്ള ആൾക്കാരാണ്. സോ ആസ് എ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ ഇന്ന് കൂടുതലായി കണ്ടുവരുന്ന വളർച്ചാ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സോ ഇപ്പം നമുക്ക് വളർച്ചാ പ്രശ്നങ്ങൾ ഡെവലപ്മെൻറ്റൽ ആസ് വെൽ ആസ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കുന്നത് ഈ മൈൽ സ്റ്റോൺസ് ആണ്. അപ്പം ബേബി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇന്ന മൈൽ സ്റ്റോൺസ് വരണം എന്നുള്ളത് ഇത്ര സമയത്ത് വരണം. അപ്പോൾ അത് വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഡിലേ ഇൻ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്. അപ്പോൾ നമ്മൾ അത് മോണിറ്റർ ചെയ്യണം. പിന്നെ ചിലപ്പം കുറേ ബേബീസിന് NICUവിൽ കുറേ നാൾ പ്രീ ടേമായിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് നമ്മൾ അവരോട് പറയാൻ പാടില്ല ഇത് ഡിലേ ആയിരിക്കുമെന്ന്. ബിക്കോസ് യു ഹാഡ് സോ മെനി പ്രോബ്ലംസ്. സോ ഡിലേ ആയിരിക്കുന്ന ഒരിക്കലും പറയരുത്. നമ്മൾ അവരെ ഒരു മൈൽ സ്റ്റോൺ ഡിലേ ആയാലും മറ്റത് നമ്മൾ മൈൽ സ്റ്റോൺ കറക്റ്റ് ടൈമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ എക്സസൈസസും തെറാപ്പീസും ചെയ്യാം. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബൈ ഡീഫോൾട്ട് അവർക്ക് ന്യൂ ബോൺ പീരിയഡിൽ ഓക്സിജൻ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ബൈ ഡീഫോൾട്ട് അവർ ഡിലേ ആവേണ്ട ആവശ്യമില്ല. വൺസ് യു ഹാവ് എ ഡിലേ, ഇപ്പം നമുക്ക് ആ ഡിലേ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ പോലെ ഒരു പ്രോബ്ലം പോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പ്രോബ്ലമിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് വൈ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിക്സ് ഈസ് ദെയർ. സോ മോസ്റ്റ്ലി അങ്ങനെ കാണുമ്പം ആൾക്കാർ വരില്ല. അവർ വിചാരിക്കും ഡിലേ ആവുമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിക്കും. സോ ദാറ്റ് ഈസ് നോട്ട് ദ ആക്ച്വൽ തിങ്. നമ്മളിവിടെ യു ഡോണ്ട് ഹാവ് എ നോർമൽ വെൽ ബേബി ക്ലിനിക്. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്ക് ക്ലിനിക്കിൽ പോകണമെങ്കിൽ ബേബി ഷുഡ് ബി സിക്ക് അല്ലേ, വെൽ ബേബീനെ ആരും കൊണ്ടുപോകില്ലല്ലോ. അപ്പം ആ ഒരു കൺസെപ്റ്റ് വരണം. വെൽ ബേബി എന്ന് പറഞ്ഞ ക്ലിനിക്കിലാണ് നമ്മൾ ഇതൊക്കെ നോക്കുന്നത്, ലൈക്ക് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് കറക്റ്റ് ആണോ അല്ലേന്ന്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് പ്രോപ്പർലി ഏർലി തന്നെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാം. ഇപ്പം 3 മന്ത്സിൽ നമ്മൾ കഴുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കും, 2 മന്ത്സിൽ സ്മൈൽ ഉണ്ടാവും, ആൻഡ് റോൾ ഓവർ 4 മന്ത്സ്. അപ്പോൾ ഈ ഫസ്റ്റിലുള്ള 2 എണ്ണം വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ പിക്കപ്പ് ആൻഡ് ദെൻ വി ക്യാൻ അവർക്ക് അഡ്വൈസ് ചെയ്യാം എന്തൊക്കെ എക്സസൈസ് ചെയ്താലാണ് മറ്റേ ഇതിനെ നമുക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുക. സോ ദാറ്റ് കൺസെപ്റ്റ് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. US ഞാൻ US അവിടെ നിന്നാണ് എൻ്റെ ഫെലോഷിപ്പൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മളൊരു കുട്ടി പ്രസവിച്ചാൽ ദേ ഷുഡ് ഗോ ടു എ നോർമൽ വെൽ ബേബി ക്ലിനിക്. നമുക്കിവിടെ വാക്സിൻ ആണ് കൊടുക്കുന്നത് ബാക്കി. പക്ഷേ വാക്സിൻ കൊടുക്കുമ്പോൾ നമ്മളെ അടുത്ത് ഇത്രയും കുറേ ആൾക്കാർ വരുമ്പം വി ആർ നോട്ട് ഏബിൾ ടു ഡു ഡെവലപ്മെൻറ്റൽ ചെക്കപ്സ്. സോ അത് കാരണമാണ് നമ്മളൊരു ഡെവലപ്മെൻറ്റൽ ക്ലിനിക്കിൽ പോയിട്ട് ഈ ഡെവലപ്മെൻറ്റൽ ചെക്കപ്സ് എല്ലാം ചെയ്യുന്നത്. ആൻഡ് അതൊരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. സോ ദാറ്റ് ഈസ് വൈ ദിസ് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിക്സ് ബ്രാഞ്ച് ഈസ് ദെയർ, സബ് സ്പെഷ്യാലിറ്റി ബ്രാഞ്ചാണ്. അപ്പം അതിൽ നമ്മൾ ഡെവലപ്മെൻറ്റ്സ്, അതിൽ വരുന്ന അബ്നോർമാലിറ്റീസ് അതെല്ലാം, പിന്നെ ആൻറ്റിസിപ്പേറ്ററി ഗൈഡൻസ് കൊടുക്കും. ഇപ്പം നെക്സ്റ്റ് മന്തിൽ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ് വരണ്ടേ അതും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കും. സോ ദാറ്റ് ദേ ക്യാൻ വാച്ച്. ഇപ്പം അത് വരുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ടു അസ്. സോ ഇപ്പോൾ നമ്മൾ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് പറയുന്നത്, അപ്പോൾ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മേ ബി അപ് ടു 3 ഇയേഴ്സിൽ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്? അപ്പോൾ ഫസ്റ്റ് 1 ഇയർ ആണ് ഏറ്റവും ക്രൂഷ്യൽ. ഫസ്റ്റ് 1 ഇയർ. ബട്ട് അപ് ടു 3 ഇയേഴ്സ് ആണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമ്മൾ ഉണ്ടാവുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബേബി വെൻ ദ ബേബി ഈസ് ബോൺ നമ്മളെ കണ്ണിലോട്ട് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ബേബീസ് എന്താണ്
ജനിച്ച ഉടനെ തന്നെ ദേ ക്യാൻ സ്മെൽ ദ ബേബി മീൻസ് മദേഴ്സ് ബ്രസ്റ്റ്. ആ ഓക്കെ, ആ പാലിന് വേണം അവർക്ക് ശരിക്കും ആ സെൻസസ് ഉണ്ടാവും. സെക്കൻഡ്ലി ഹിയറിംഗ് ആണ് നമ്മൾ പിന്നെ നോക്കേണ്ടത്. ഹിയറിംഗ് ബേബി ടേൺ ചെയ്യുന്നുണ്ടോ മദറിൻ്റെ വോയിസ് കേട്ടാൽ. അത് പിന്നെ നമുക്ക് ഐസിലോട്ട് നോക്കുന്നുണ്ടോ, ഐ കോണ്ടാക്റ്റ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ അടുത്തേക്ക് നോക്കുന്നുണ്ടോ, മീൻസ് നമ്മുടെ ഐസിലേക്ക് ആയിരിക്കില്ല നോക്കുന്നത്, നമ്മുടെ ഫേസിലേക്ക് ആ ഡയറക്ഷനിലേക്ക് നോക്കുന്നുണ്ടോ. ദെൻ വി കം ടു ദ സോഷ്യൽ സ്മൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ മീൻസ് നമ്മൾ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ വെറുതെ ഒരു സ്മൈലൊക്കെ കാണാം, ഉറങ്ങുമ്പോഴൊക്കെ സ്മൈൽ കാണാം. അപ്പോൾ ആ സ്മൈലല്ല. സോഷ്യൽ സ്മൈൽ എന്ന് പറയുമ്പോൾ ഇൻറ്ററാക്റ്റീവ് സ്മൈലാണ്. നമ്മൾ എന്തെങ്കിലും പറയും, അപ്പോൾ കുട്ടി ആ റെസ്പോൺസിൽ ഇറ്റ് വിൽ സ്മൈൽ. സോ ദാറ്റ് ഈസ് കോൾഡ് സോഷ്യൽ സ്മൈൽ. അപ്പോൾ ആ സോഷ്യൽ സ്മൈൽ ഇറ്റ് ഷുഡ് ബി അറൗണ്ട് 2 to 3 months. ദെൻ വി കം ടു ഹെഡ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ കൊച്ചിൻ്റെ തലയെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് അത് തന്നെ കൺട്രോൾ ചെയ്യുന്നത്, ഹെഡ് കൺട്രോൾ എന്ന് പറയും. സോ ദാറ്റ് ഈസ് 3 months. അപ്പോൾ ഈ സമയത്ത് ആയിട്ടില്ലെങ്കിൽ ദർ ഈസ് സംതിങ്, അതിനൊരു റേഞ്ച് ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് 15 days അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ കുഴപ്പമില്ല. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ഡിലേഡ് ബൈ മോർ ദാൻ 1 month then definitely you should go to a developmental pediatrician, get the what is the problem, അത് കണ്ടുപിടിക്കണം. why this delay is there. ചിലപ്പം ഈ ചിലർ വർത്തമാനം പറയാൻ ലേറ്റ് ആകുമ്പോൾ ചിലപ്പം ഇൻറ്ററാക്ഷൻ കുറഞ്ഞിട്ടായിരിക്കും, പക്ഷേ ചിലപ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടായിരിക്കും. സോ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് എന്താണ് കോസ് എന്ന് കണ്ടുപിടിക്കണം ആദ്യം. ആൻഡ് ദെൻ ഈ റോൾ ഓവർ ഇസ് 4 months. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ റോൾ ഓവർ ആയാൽ പിന്നെ കുട്ടി ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും, പിന്നെ ഫ്രണ്ടിലോട്ട് സ്ലൈഡ് ചെയ്യും, പിന്നെ ക്രോൾ വരും. അപ്പോൾ അതിലും കുറേ സ്റ്റേജസ് ഉണ്ട്. സോ ഇനീഷ്യലി ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗോയിങ് ബാക്ക്വേഴ്സ് ആൻഡ് ഗോയിങ് ഫ്രണ്ട് ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ഓൺ 4 മുട്ടും കൈയും. അപ്പോൾ ഇതിൽ പലതരം ക്രോളിംഗ് എന്ന് പറയുമ്പോൾ ആ സ്റ്റേജിൽ പല കുട്ടികളും പലതരം ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്കൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ അത് ക്രോളിംഗ് ചെയ്യാതെ സ്കൂട്ടിംഗ് ചെയ്യുന്നവർ, അപ്പോൾ അതിലും എന്തോ ഒരു എസിമെട്രി ഉള്ള കാരണമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അതിലും വലിയ കോസ് ഉണ്ടാവാം. സോ വി ഹാവ് ടു ബി. അപ്പോൾ ഈ മൈൽ സ്റ്റോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഫ് ദ മൈൽ സ്റ്റോൺ ഡിലേ ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ആ പെർട്ടിക്കുലർ സീക്വൻസ് ഓർഡർ തെറ്റിയാലും അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവാം. എപ്പോഴും അല്ല, എന്നാലും മിക്ക കേസിലും നമുക്ക് ആ കാരണം ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ക്രോളിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോണാണ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രോൾ ചെയ്യുമ്പം ബേബീൻ്റെ കാലും കൈയും കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്സ് വരണം. ഇപ്പോൾ ഒരെണ്ണം മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പുറത്തെ കാലിൻ്റെ മുട്ട് അങ്ങനെയാണ്. പിന്നെ തല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പം ബേബി വിൽ മൂവ് ടിൽറ്റ് ദ ഹെഡ് ടു ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ്. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് പ്ലസ് ബേബി ഈസ് ലുക്കിംഗ് സംവെയർ. അപ്പോൾ ഐ ഹാൻഡ് ലെഗ് എല്ലാം കോർഡിനേഷൻ വരും അതിൻ്റെ അകത്ത്. സോ ദാറ്റ് സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ്. ബിക്കോസ് നമ്മുടെ ബ്രെയിനിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ്സ്. ആ കമ്മ്യൂണിക്കേഷനൊക്കെ ആ ഒരു ഒറ്റ മൈൽ സ്റ്റോണിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഓൾ തിങ് ഗെറ്റ്സ് കോർഡിനേറ്റഡ്. അത് വന്നില്ലെങ്കിൽ പിന്നെ ലേറ്റർ ഓൺ നമുക്ക് പോയിട്ട് ചിലപ്പം ലേണിംഗ് ഡിസബിലിറ്റി വരാം, അല്ലെങ്കിൽ നമ്മൾ 2 സൈഡിലും ഇപ്പം ഫോർ എക്സാമ്പിൾ പിയാനോ വായിക്കാൻ ബുദ്ധിമുട്ട് വരാം. അങ്ങനെ വെൻ യു ആർ കോർഡിനേറ്റിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ സൈക്കിൾ ഓടിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ട് വരാം. സോ ദാറ്റ് ദോസ് ആർ ദ തിങ്സ് വിച്ച്, പക്ഷേ അത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ഈ ഫോർ എക്സാമ്പിൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ എക്സസൈസ് വെച്ചിട്ട് വി ക്യാൻ കറക്റ്റ് ഇറ്റ്. പണ്ടത്തെ കാലത്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിൽ, സംസാരത്തിൽ ഈ പറഞ്ഞ പോലെ പഠന വൈകല്യങ്ങൾ അത് കൂടുതലായിട്ട് ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? അതെ, അത് ഇപ്പം വളരെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറ്റക്റ്റ് കൂടുതൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് കുറച്ച് പേരൻസും അതിനെപ്പറ്റി അവെയറാണ്, അപ്പോൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിറ്റക്ഷൻ മെത്തേഡ്സും കൂടിയിട്ടുണ്ട്. സോ വി ആർ ഡിറ്റക്റ്റിംഗ് ആൻഡ് വി ആർ ഓൾസോ അവെയർനെസ്സും നമ്മൾ അവെയർനെസ് ക്ലാസ്സസൊക്കെ എടുക്കുന്ന കാരണം അതും കൂടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൺ റീസൺ. സെക്കൻഡ് ഈസ് ദാറ്റ് ഈ ഓട്ടിസം, ADHD ഒക്കെ ശരിക്കും ഇൻക്രീസ്ഡ് ഇൻസിഡൻസും ആയിട്ടുണ്ട്. ഈ ഓട്ടിസം ഈസ് എ ജനറ്റിക് ഡിസോർഡർ. ജനറ്റിക്സിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവുന്ന എല്ലാം ഫ്രം ബർത്തിൻ്റെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ബട്ട് സ്മോൾ
പ്രോബ്ലംസ് ഉണ്ടാവുന്നത്, അത് അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് വരില്ല. പക്ഷേ ഈ ടി വി, മൊബൈൽ സ്ക്രീനൊക്കെ കുറേ ഇങ്ങനെ കണ്ടിട്ട് നമ്മുടെ ബ്രെയിനിനെ ആക്ച്വലി ദേ വയർ ഡിഫറെൻ്റ്ലി. ഓ മീൻസ് നമ്മൾ ഇപ്പം ബ്രെയിൻ നോക്കുമ്പോൾ ചെറിയ ബേബീൻ്റെ, ഒരു ജനിച്ച ബേബീൻ്റെ ബ്രെയിൻ ഇസ് എ ക്ലീൻ സ്ലേറ്റ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇൻപുട്ട് കൊടുക്കുന്നത്, അതാണ് ബേബീൻ്റെ ബ്രെയിനിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പം ചെറിയ കുട്ടികൾ ഇരുന്നിട്ട് ഗെയിമിങ് ചെയ്യുന്നു, വെടി വെക്കുന്ന ഗെയിം. പക്ഷെ അവർക്ക് ആ ഏജിൽ അവർക്ക് അറിയില്ല വാട്ട് ഈസ് ദിസ്, അറിയില്ല. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ് ആൻഡ് ദേ ഡോണ്ട് നോ ഇസ് ദർ എ ലോ ഫോർ ദാറ്റ്. അതങ്ങനെ ചെയ്താൽ അത് കാരണം നമ്മൾ ജയിലിൽ പോകുന്നു, ആ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ആ കുട്ടികൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പം വാട്ട് ഈസ് ദ തിങ് വാട്ട് ഗോസ് ഇൻ ടു ദെയർ മൈൻഡ് ഈസ് ഇത് നോർമൽ സാധനമാണ്. സോ ദാറ്റ് ഈസ് എ തിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ കിഡ്സ് നൗ. അപ്പോൾ അവരുടെ ഏജ് എത്താതെ തന്നെ ബാക്കി കാര്യങ്ങൾ അറിയാതെ അവർ നേരത്തെ തന്നെ പല കാര്യങ്ങളും പഠിച്ചു പോകുന്നു. ആ ഒരു ഇൻറ്ററാക്ഷൻ വരുമ്പോഴാണ് ഈ ചിലപ്പോൾ ഉള്ളിലുള്ള ചിലപ്പോൾ ജനറ്റിക് സാധനങ്ങൾ പുറത്തേക്ക് എക്സ്പ്രസ് ആവുന്നത്. സോ അതിനെ പറയും എപ്പിജെനറ്റിക്സ് എന്ന് പറയും. സോ വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം കുറേ കാര്യങ്ങളുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദ സ്ക്രീൻ, ബട്ട് പണ്ട് നമുക്ക് ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. ബോത്ത് പേരൻസ് ആർ വർക്കിംഗ്, സോ ദേ ഡോണ്ട് ഹാവ് ടൈം ടു സ്പെൻഡ് വിത്ത് ദ ചൈൽഡ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സാണ് ആ നമ്മുടെ സ്ക്രീൻ ടൈമിലേക്കും കൂടി അതിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ കുറേ സർക്കംസ്റ്റാൻസസ് ആണ് നമ്മളെ ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സർക്കംസ്റ്റാൻസസ് എന്ന് പറയാം. അതാണ് നമുക്ക് ഇതെല്ലാം കൂടുതലായിട്ട് വരുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി സ്ക്രീനിൻ്റെ ടൈമിങ്, നമുക്ക് എത്ര സ്ക്രീൻ ടൈം കൊടുക്കണം അതൊക്കെ ഉണ്ട് നമുക്ക് പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ. അതിൻ്റെ എല്ലാം അതൊക്കെ പേരൻസ് അറിഞ്ഞിരിക്കണം. അതായിരുന്നു എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ സേഫ് സ്ക്രീൻ ടൈം എന്നൊരു സംഭവം ഉണ്ടോ, അതോ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതാണോ നല്ലത്, ഒരു അപ് ടു 3 years? എനിത്തിങ് വിച്ച് ഈസ് ഗിവൻ എവറി ഡേ ആൻഡ് ദാറ്റ് ഗിവ്സ് യു എ പ്ലെഷർ, ദാറ്റ് വിൽ ബിക്കം അഡിക്റ്റീവ്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പം നമ്മൾ ഈ സ്ക്രീൻ ടൈം നമ്മളെ ഈ 0 to 3 years ആണ് മാക്സിമം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വരുന്നത്. സോ ആ സമയത്ത് നമ്മൾ ഈ ക്ലീൻ സ്ലേറ്റിൽ എന്തൊക്കെയാണ് എഴുതുന്നത് അതൊക്കെ അതിലേക്ക് പതിയും. ആൻഡ് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ മെമ്മറി ചിപ്സ് പോലെ അതിങ്ങനെ സ്റ്റോർ ആവും. ആൻഡ് ഇഫ് യു ഗിവ് ലോട്ട് ഓഫ് സംതിങ് വിച്ച് ഈസ് ജങ്ക് ആൻഡ് നോർമലി നമുക്ക് എന്താ വേണ്ടുന്ന അത് കൊടുക്കുന്നില്ലെങ്കിൽ ജങ്ക് മുഴുവൻ നിറയും. ആൻഡ് നമ്മുടെ നോർമൽ ഇൻറ്ററാക്ഷൻസ്, നമ്മുടെ മദറും ഫാദറിനെയൊക്കെ നമ്മൾ അവരെ കണ്ട് മനസ്സിലാക്കുന്നതിന് പകരം നമുക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടാവും, പക്ഷേ മമ്മ ഡാഡാന്നൊന്നും പറയുന്നുണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദ ബിഗ് ഡിഫക്റ്റ് അവിടെ വരുന്നത്. ഒരു ഏജിൽ ഇപ്പം നമ്മൾ പഠിപ്പിക്കുമ്പോഴും ഇപ്പം ക്ലാസ് 1 സാധനമാണല്ലോ ആദ്യം പഠിപ്പിക്കുന്നത്, ക്ലാസ് 10 സാധനം ആദ്യം പഠിപ്പിക്കില്ലല്ലോ അത്. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ ഓരോ കുട്ടിക്കും നമ്മൾ എന്താണ് അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് അത് ഒരു പർട്ടിക്കുലർ ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. സോ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ വശം എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ടോട്ടലി കൺഫ്യൂസിങ് ടു ദ ചൈൽഡ്. രണ്ടാമത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് എ 2-way കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന പോലെ. വെൻ ദ ചൈൽഡ് സീസ് എ സ്ക്രീൻ, അത് 1-way കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്, കുട്ടീൻ്റെ ബ്രെയിനിൻ്റെ അകത്ത് കുറേ ഇമേജസ് പോകുന്നുണ്ട്, കുറേ കളേഴ്സ് പോകുന്നുണ്ട്, കുറേ മ്യൂസിക്, വോയിസ് എല്ലാം ഉണ്ട്. പക്ഷേ കുട്ടിക്ക് അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല അതിൽ. സോ ഇറ്റ്സ് ജസ്റ്റ് അബ്സോർബിങ് എവറിത്തിങ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് നീഡ് ടു സേ എനിത്തിങ്. അപ്പം പക്ഷേ നമ്മളടുത്ത് കളിക്കുകയാണെങ്കിൽ വി വിൽ ഓൾസോ കുറേ അത് ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പ്ലേ ചെയ്യും, അതെടുത്തുകൊണ്ട് പോവാം. സോ ഇൻ ദാറ്റ് കേസ് ദേ ആർ ഓൾസോ മൂവിങ് ലിസ്ണിങ്, സീയിങ്. അപ്പോൾ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ആവുന്നുണ്ട് അവരുടെ ബ്രെയിനിൽ. ബട്ട് വെൻ ദേ ആർ ലുക്കിംഗ് അറ്റ് ദ സ്ക്രീൻ, ഓൺലി തിങ് ഈസ് ദേ ആർ ജസ്റ്റ് സീയിങ് ദ സ്ക്രീൻ. നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് വിളിക്കുമ്പോൾ ഒന്നും അവർ കേൾക്കില്ല. സോ ദർ പ്രോബബ്ലി വൺ സെൻസറി സിസ്റ്റം മേ ബി നോട്ട് ഫിൽട്ടറിങ് തിങ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രോബ്ലംസ് അതുകൊണ്ടാണ് വരുന്നത്. 28 days വരെയും കുട്ടി എപ്പോഴും അമ്മേൻ്റെ കൂടെ, നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഒരു റൂമിൽ അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല. സോ വൈ ദാറ്റ് ഈസ് ബിക്കോസ് കുട്ടിക്ക് അമ്മേൻ്റെയും ആ ഫാമിലിയിലെ ക്ലോസ് ആൾക്കാരെ ഒച്ച മാത്രം കേൾക്കും ആൻഡ് ഗെറ്റ്സ് ബോണ്ടിങ് വിത്ത് ദ മദർ. അപ്പോൾ ഈ ഒരു പുറത്തെ ഭയങ്കര ഒച്ചകളൊന്നും കുട്ടിക്ക്
പാടില്ല. ബിക്കോസ് ദ ബേബി ഈസ് ജസ്റ്റ് ബിൽഡിങ് ദ റിലേഷൻ വിത്ത് ദ മദർ ആൻഡ് ദ ഫാമിലി. ഇപ്പം കുറേ സൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് തന്നെ മനസ്സിലാവില്ല ഇത് മദറിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം, മദറിൻ്റെ സൗണ്ടാണോ ഫാദറിൻ്റെ സൗണ്ടുണ്ടോ, ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും മനസ്സിലാവില്ല. ജസ്റ്റ് ലിസ്ണിങ് ടു റാൻഡം ലോട്ട് ഓഫ് സൗണ്ട്സ്. അതാണ് നമുക്ക് എല്ലാ ഏജിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളുള്ളത്. അത് ഏജ് പ്രകാരം തന്നെ പോകണം. കൊടുക്കണം. ഇപ്പം നമ്മൾ കുറേ കണ്ടന്റിൽ ഇപ്പം കാണുന്ന കുട്ടികളിരുന്ന് റീൽസ് കാണുന്നതൊക്കെ അത് ഭയങ്കര പേരൻസ് ഭയങ്കര രസമായിട്ട് അത് ക്യാപ്ചർ ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ കുട്ടികൾ രാത്രി ഉറക്കമില്ലാതിരുന്ന് റീൽസ് കാണുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് അവരെ എഫക്റ്റ് ചെയ്ത് അവർക്ക് ദേഷ്യം, ഇപ്പം ഇമോഷൻസ് എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്താ പറയുക കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചാനൽസോ അങ്ങനെ എന്താ പറയുക പഠിക്കാൻ പറ്റുന്ന യൂട്യൂബ് ചാനൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കൊടുക്കുന്നതാണോ? ഇപ്പം ചില സർക്കംസ്റ്റൻസിൽ പേരൻസിന് കൊടുത്തേ പറ്റൂ. ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ചില കുട്ടികൾ കഴിക്കില്ല. അപ്പം ഇതെങ്ങനെയാണ് ഇവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു സൈഡിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് പ്രോബ്ലംസ്? ഇപ്പം നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇപ്പം നമ്മളിത് കൊടുത്തിട്ട് ഒരു സാധനം ഓട്ടിസം, ADHD പോലത്തെ ബിഹേവിയറൽ പ്രോബ്ലംസ് വാങ്ങുന്നേക്കാളും നല്ലത് ജസ്റ്റ് ഡോണ്ട് ഗിവ് ഇറ്റ് ടു ദം. അപ്പം നമുക്ക് ഏജ് ഗ്രൂപ്പ്സ് ഉണ്ട്. 0 to 3 ഇയേഴ്സിൽ നമ്മൾ ഒട്ടും സ്ക്രീൻ കൊടുക്കരുതെന്നാണ്. ബിക്കോസ് 0 to 3 ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏജ്. പിന്നെ 3 to 5 യു ക്യാൻ ഗിവ് 1 hour എന്നാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 2 hours. പക്ഷേ ഇതിലും ഒരു ഫാലസി നമ്മൾ പറയുന്നില്ല. എത്ര ഈ അവേഴ്സ് പറയുന്നുണ്ട്, പക്ഷേ എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. സോ വെൻ യു ഗീവ് എവറി ഡേ, ദാറ്റ് ഈസ് ദ കോസ് ഓഫ് അഡിക്ഷൻ. ഇപ്പം നമ്മൾ വീക്കെൻഡ്സിൽ മാത്രം കൊടുക്കുകയാണെങ്കിൽ ഈ അഡിക്ഷൻ ടെൻഡൻസി ഭയങ്കരമായിട്ട് കുറയും. സോ നമുക്ക് ആ ഒരു നമ്മുടെ വീട്ടിൽ എങ്ങനെയായിരിക്കണം മീഡിയ, എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ. സോ എവറി ഡേ നമ്മൾ അത് ടൈം ലിമിറ്റ് വേണം. പ്ലസ് യു ഷുഡ് വാച്ച് വാട്ട് ദ ചൈൽഡ് ഈസ് വാച്ചിങ്. അത് 3 കാര്യം വേണം. ബിക്കോസ് ഇഫ് യു ഡോണ്ട് ജസ്റ്റ് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ വിട്ടാൽ ചൈൽഡ് മേ നോട്ട് ബി സീയിങ് ദ കണ്ടൻറ്റ് വാട്ട് ദ ചിൽഡ്രൻ നീഡ് ടു സീ. അപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ കുറേ പിള്ളേരൊക്കെ വർത്തമാനം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഒരു വലിയ ആൾക്കാർ വർത്തമാനം പറയും. സോ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വിചാരിക്കും. ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ആൻഡ് അതർ തിങ് ഈസ് ദാറ്റ് ഇവരിപ്പം ഇതിൽ നിന്ന് പഠിക്കുമ്പം അക്കാഡമിക്സിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പം റൈംസ് ആയാലും അതൊക്കെ പെട്ടെന്ന് പഠിക്കും. പക്ഷേ വാട്ട് വി ആർ ഡൂയിങ് അൺനോയിങ്ലി ഓർ നോയിങ്ലി ഈ റിപ്പീറ്റഡായിട്ട് ഈ റൈംസ് തന്നെയാണ് ഇട്ടുകൊണ്ട് കൊടുക്കുന്നത്. റിപ്പീറ്റഡ് തിങ്സ്, സെയിം തിങ് റിപ്പീറ്റഡായിട്ട്. കോക്കോമെലണിലൊക്കെ ഇത്ര ഒരു 10-15 റൈംസ് ഉണ്ട്, അത് തന്നെയല്ലേ റിപ്പീറ്റായിട്ട് വരുന്നത്. അപ്പം ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഗുഡ് ഫോർ ദ ബ്രെയിൻ. They should learn new things. New things, yeah. New things വരണം. ആൻഡ് ദേ ഷുഡ് ബി ഏബിൾ ടു റീകോൾ ദ ഓൾ തിങ്സ്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് അറിയാം. എല്ലാ റൈംസും പാടും, A to Z പറയും, 1 to 100 പറയും. പക്ഷേ മമ്മ പപ്പ എന്ന് വിളിക്കുമോ? ഇല്ല. സോ ദാറ്റ് ഈസ് ദ ടിപ്പിക്കൽ സൈൻ ഓഫ് ഓട്ടിസം. എന്ന് വെച്ചാൽ മമ്മ പപ്പ എന്ന് വിളിക്കില്ല, കമ്മ്യൂണിക്കേറ്റ്, എനിക്ക് ഫുഡ് വേണമെന്ന് പറയില്ല, എനിക്ക് വെള്ളം വേണമെന്ന് പറയില്ല, പക്ഷേ ഇതെല്ലാം അറിയാം. സോ പേരൻസ് ഓൾസോ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതിൽ പറയുന്നുണ്ടല്ലോ, വർത്താനം പറയാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ, പക്ഷേ കമ്മ്യൂണിക്കേഷനാണ് അവിടെ. നമ്മൾ ഈ വർത്താനം, സ്പീച്ചും കമ്മ്യൂണിക്കേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ്സ് പറയാം, വെദർ ഇറ്റ് ഹാസ്, നമ്മൾ ജസ്റ്റ് വേർഡ്സ് പറഞ്ഞാൽ മതി. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫോർ എ പേർപ്പസ്. യു ആർ യൂസിങ് ദ സ്പീച്ച് ഫോർ എ പേർപ്പസ്. അപ്പോൾ ആ ഒരു പേർപ്പസിന് വേണ്ടി അത് കുട്ടി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ദ ചൈൽഡ് കെ നോട്ട് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ആണ് പ്രശ്നം അവിടെ. കുട്ടിക്ക് ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് വേറൊരു മിത്ത് നമുക്ക് നമ്മുടെ ഇടയിലുള്ളതെന്ന് പറഞ്ഞാൽ ഓട്ടിസം ഈസ് മെൻ്റൽ റിട്ടാർഡേഷൻ. ഓട്ടിസം ഈസ് നോട്ട് മെൻ്റൽ റിട്ടാർഡേഷൻ. ഓട്ടിസം കുട്ടികൾ ചിലതൊക്കെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും. നമുക്ക് അതിൽ നിന്ന് അവർ പുറത്ത് എടുക്കുകയാണെങ്കിൽ ദേ ഡു വെരി വെൽ ഇൻ ദ സ്കൂൾ. ഇപ്പം ഞങ്ങൾക്ക് കുറേ കുട്ടികൾ നേരത്തെ വന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് ഇത് നമുക്ക് ഒപ്റ്റിമൽ ഔട്ട്കം എന്ന് പറയും. ഒപ്റ്റിമൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ അവർക്ക് ഓട്ടിസം ഫീച്ചേഴ്സ് അവർ മാറി അവർ നോർമൽ സ്കൂളിലേക്ക് പോകാൻ പറ്റും. സോ അവർ നോർമൽ സ്കൂളിൽ പോയാൽ അവർക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് വെരി ഗുഡ് മെമ്മറി. ഭയങ്കര മെമ്മറി ആയിരിക്കും. അപ്പോൾ അവർക്ക് നല്ല മാർക്സ് ആയിരിക്കും കിട്ടുന്നത്. എല്ലാ ക്ലാസ്സിലൊക്കെ A+ ആണെന്ന് പറയും വന്നിട്ട്. സോ നമ്മളെ സിസ്റ്റമാണ് അവരെ ഒരു മെൻ്റലി റിട്ടാർഡഡ് ആക്കുന്നത്. ബിക്കോസ് നമുക്ക് ഒരു സിസ്റ്റം ഇല്ല അവരെ അക്സെപ്റ്റ് ചെയ്യാൻ സ്കൂളിലേക്ക്. നമ്മൾ വിചാരിക്കും ഓട്ടിസ്റ്റിക് ആണ്, അപ്പം നമ്മുടെ സ്കൂളിൽ എടുക്കില്ല. അല്ലെങ്കിൽ ഇപ്പം കുറച്ച് അക്സെപ്റ്റീവ് ആയിട്ടുണ്ട്, ഇൻക്ലൂസീവ് ആയിട്ടുണ്ട് കുറേ സ്കൂൾസ്.
അപ്പോൾ അങ്ങനെ അവർ പറയും എടുക്കില്ല. അപ്പം അവർ സ്കൂളിൽ കുറേ തിരഞ്ഞ് പോകും. പിന്നെ അത് ആകെ തന്നെ പിന്നെ സ്കൂളിൽ പോയാലും അവരെ ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയില്ല. സോ ഹൗ ടു ഹാൻഡിൽ ദീസ് ചിൽഡ്രൻ, അവരെ ആ അപ്രോപ്രിയേറ്റ് വേയിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. സോ ഡോക്ടർ പറയുന്ന ഈ ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിലുള്ള കുട്ടികളെ വി ക്യാൻ ബ്രിങ്, എന്താ പറയുക, അവരെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കംപ്ലീറ്റ്ലി ബട്ട് സാധിക്കും. മെയിൻലി ആ ഏജ് ഫാക്ടർ ഉണ്ട് കേട്ടോ. ബിഫോർ 3 years കൊണ്ടുവരണം. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ആണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്? സോ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ആണെന്ന് റിയലൈസ് ചെയ്യാൻ നമുക്ക് കുറേ ക്വസ്റ്റിനെയർ ആണ് ആൻഡ് ഒബ്സർവേഷൻ. നമുക്കിപ്പോൾ ഒരു പ്രത്യേക ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഓട്ടിസം ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു എക്സ്റേ എടുത്തിട്ട് അങ്ങനെയൊന്നും ഇല്ല നമുക്ക്. ബട്ട് ദർ ആർ സം ജെനറ്റിക് ടെസ്റ്റ് വേർ ആ ജെനറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ജെനറ്റിക് പ്രോബ്ലംസ് ഉണ്ട് നമുക്ക്. ചില സിൻഡ്രോംസ് ഉണ്ട് വേർ ആ സിൻഡ്രോം ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഓട്ടിസ്റ്റിക് സിംറ്റംസ് ഉണ്ടാവും. അപ്പം ഓട്ടിസം അസോസിയേഷൻസ് ആണത്. അപ്പം ആ ഒരു ജീൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും. അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഇംപ്രൂവ്. നമുക്ക് അവരെ കുറേ ഇംപ്രൂവ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ വി കാൺട്ട് മേക്ക് ദം ഗോ വിത്ത് നോർമൽ സ്കൂൾ ഓർ, പക്ഷേ അവർക്ക് ചിലപ്പോൾ വേറെ ടാലൻസ് ഉണ്ടാവും, അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കും. സോ ജെനറ്റിക് പ്രോബ്ലംസ് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിൽ നമ്മളെ പ്രോഗ്നോസിസ് അത്ര നല്ലതല്ല. ബിക്കോസ് ജെനറ്റിക് ഇഷ്യൂ ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. സോ ദാറ്റ് ഈസ് വൈ അവരുടെ കേസിൽ നമുക്ക് വലിയതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന കുറേ എല്ലാം വെർച്വൽ ഓട്ടിസമാണ്. വെർച്വൽ ഓട്ടിസം മീൻസ് ഈ സ്ക്രീൻ കണ്ടിട്ട് കുട്ടികൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ഐ കോണ്ടാക്റ്റ് തരാതിരിക്കുക, സോഷ്യൽ ബിഹേവിയറൊക്കെ മറന്നു പോവുക. സോ ദോസ് ആർ ആ ഒരു സ്ക്രീൻ കണ്ടിട്ടുള്ള മീൻസ് ടോട്ടലി ഇൻ ടു ദ സ്ക്രീൻ ആയ കാരണം അവർക്ക് സോഷ്യലൈസേഷൻ അറിഞ്ഞുകൂടാ, അങ്ങനെ വരുന്ന കുട്ടികൾ. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് സിംറ്റംസ് ഓൾസോ. ഓട്ടിസം ലൈക്ക് സിംറ്റംസ് വരും അവർക്ക്. ഓട്ടിസം ലൈക്ക് ആണ് അത് കാണാനെല്ലാം, പക്ഷേ അതിൽ റെസ്പോൺസ് നല്ലതാണ്. If you stop all the screen and then give them more attention, more therapies, പിന്നെ അവർക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്താൽ അവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ അതേപോലെ തന്നെ റെലവെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് അവെയർ ആയിട്ടുള്ള സബ്ജക്റ്റാണ് ADHD. പണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ഡിറ്റക്റ്റഡ് ആയിരുന്നില്ല. അതുകൊണ്ട് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഓഫ് മൈ ഏജ് ഇത് ഉണ്ടായിരുന്നു, പക്ഷെ ഡിറ്റക്റ്റ് ആവാതെ വലുതായി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓക്കെ റിയലൈസ് ദറ്റ് ഐ ഹാഡ് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ADHD ഉള്ള കുട്ടികളെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത്? ഓൾസോ ഹൗ ഇസ് ദ ട്രീറ്റ്മെൻറ്റ്? പണ്ടൊക്കെ ADHD ഉണ്ടായിരുന്നെങ്കിലും അതിനെ കുറച്ചും കൂടി കുസൃതി ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ കുട്ടികൾ ക്ലാസ്സിലായാലും കുസൃതിയായാലും നല്ല മാഷുമാരൊക്കെ നല്ല അടിയൊക്കെ കൊടുത്തിട്ട് ക്ലാസ്സിൽ അടക്കിയിരുത്തും. പിള്ളേർ നമുക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ദെൻ അവരെ പണിഷ്മെൻറ്റ് ചെയ്യേണ്ട രീതികൾ ഇപ്പം മാറി. അപ്പം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സംതിങ് ഇഫക്റ്റീവ് ഫോർ ദാറ്റ്. അത് അവരെ വടി ഇല്ലാതെ നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റണം. സോ വി ഹാവ് ടു ബി എക്യുപ്ഡ്. നമ്മളും എക്യുപ്പ് ചെയ്യണം നമ്മളെ അവരെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന്. ബിക്കോസ് എവറി ടൈം ഇപ്പോഴത്തെ പാരൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കാൻ റെഡിയാണ്. സോ മേ ബി ദർ ഈസ് വൺ ഫാക്ടർ ലൈക്ക് പണ്ട് അവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല മീൻസ് പണ്ടൊക്കെ പേരൻസ് ലിമിറ്റഡ് എമൗണ്ട് ദേ മേ നോട്ട് ഗെറ്റ് സംടൈംസ്. ബട്ട് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ലൈക്ക് കൻ അഫോർഡ്. സോ അത് പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കും. സോ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മുടെ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ പെട്ടെന്ന് ഒരു സാധനം മേടിച്ചത് കൊടുത്താൽ ഇൻസ്റ്റൻ്റ്ലി നമ്മൾ ഗ്രാറ്റിഫൈഡ്. ഇത് തന്നെയാണ് നമ്മളൊരു TV കാണുമ്പോഴും ഒക്കെ ഉള്ളത്. ഒരു ഗെയിമിങ് ചെയ്യുമ്പോഴും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. നമുക്ക് ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു റിവാർഡ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഗെയിംസ്. സോ ദർ ഈസ് എ ലോട്ട് ഓഫ് ഇൻസ്റ്റൻറ്റ് പ്ലെഷർ ഇൻ ദാറ്റ്. സോ വൺസ് ദാറ്റ് ഹാപ്പൻസ് നമ്മുടെ ബ്രെയിൻ വിൽ ക്രേവ് ഫോർ മോർ പ്ലെഷർ. പ്ലസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വി ബിക്കം വെരി അപ്സെറ്റ്. അപ്പം എന്താ പറ്റുക, പേഷ്യൻസ് ഉണ്ടാവില്ല. സോ ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്കെല്ലാം കിട്ടും, പക്ഷേ ഈ കുട്ടി തന്നെ പോയി പുറത്ത് ജീവിക്കേണ്ടതല്ലേ. അപ്പം ആ സമയത്ത് എല്ലാവരും അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കില്ലല്ലോ. സോ ദിസ് വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. നമ്മൾ പേരൻസായിട്ട് നമ്മളത് മനസ്സിലാക്കണം. ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നല്ലതല്ല. വെയിറ്റ് ചെയ്യാൻ
അവർക്ക് ഇപ്പം ഡിലേഡ് പറയാം ഗ്രാറ്റിഫിക്കേഷൻ. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ പണ്ട് എന്താ പറയുക കുട്ടികളെ വളർത്തിയിരുന്ന രീതിയാണോ അതോ ന്യൂ ജനറേഷൻ പേരൻസിൻ്റെ രീതിയാണോ നല്ലത്? നമ്മൾ ഒരു രീതിയും അങ്ങനെ നല്ലതും മോശമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് എവറിഥിങ് ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദ പേരൻസ് ഓൺലി പേരൻസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ സർക്കംസ്റ്റാൻസസ്. അപ്പം നമ്മുടെ അപ്പോഴത്തെ സർക്കംസ്റ്റാൻസസ് നിന്ന് കുറേ മാറി ഇപ്പോൾ ഉള്ള സർക്കംസ്റ്റാൻസസ്. ആ സമയത്ത് ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, കുറേ കുട്ടികൾ ഒരുമിച്ച് വളരും. ഇപ്പം ഫുഡ് എല്ലാവർക്കും കിട്ടണം എന്നില്ല. സോ ദർ വിൽ ബി ദേ നോ ഹൗ ടു വെയിറ്റ് ഫോർ ദാറ്റ് ദെയർ ടേൺസ്. ഇപ്പം ഒരു കുട്ടി ഉണ്ടാവും ഒരു വീട്ടിൽ, എല്ലാം ആ കുട്ടിക്ക് തന്നെ കിട്ടും. ഓർ മാക്സിമം 2 കുട്ടികളുണ്ടാവും. അപ്പം പിന്നെ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ട്. പ്ലസ് ബോത്ത് ദ പേരൻസ് ആർ വർക്കിംഗ്. പേരൻസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു 9 to 4 സമയം കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മോർണിംഗിൽ നമുക്ക് തിരക്കായിരിക്കും. അപ്പോഴാണ് ഈ TV കാണിച്ചുകൊണ്ട് ഫുഡ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് നോർമലി TV കാണുന്നതിനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആണ് TVൻ്റെ മുമ്പിൽ ഫുഡ് കൊടുക്കും. ചിലർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും TV കാണിക്കാം, അത് ജസ്റ്റ് ഫുഡ് കൊടുക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറയും ഫുഡ് കൊടുക്കാൻ എത്ര സമയം എടുക്കും? അപ്പോൾ അതൊരു 1/2 hour എടുക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. 15 minutes to 1/2 hour മാക്സിമം ആയാൽ. അപ്പം നമ്മൾ 3 പ്രാവശ്യം ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാ സമയവും TV വെക്കണം. പിന്നെ കുട്ടിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ TV വേണം. അപ്പോൾ ഫുഡ് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും കുട്ടി TV വേണമെന്നാണ് പറയുക. സോ ആ ഹാബിറ്റ് ആരാണ് ഉണ്ടാക്കുന്നത്? നമ്മളാണ് ഉണ്ടാക്കുന്നത്. കുട്ടിക്ക് TV ഒന്നും വേണ്ട, കുട്ടി അല്ലെങ്കിലും കഴിക്കും, വിശക്കുമ്പോൾ കഴിക്കും. സോ അതാണ് നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ പേരൻസ് പറയും ഒട്ടും കഴിപ്പിക്കാനേ പറ്റില്ല, ഭയങ്കര പിക്കിയിട്ടാ, നമുക്ക് TV ഇല്ലാതെ ഒന്നും കഴിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറയും 2 days നിങ്ങൾ അങ്ങനെ ചെയ്യാതെ, വിശക്കുമല്ലോ കുട്ടിക്ക്, അപ്പോൾ കഴിക്കും. പക്ഷെ നമ്മളൊരു ഇമോഷണൽ ആവുന്ന ഫാക്ടർ കാരണമാണ് അത് നടക്കാതെ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ചൈൽഡ് വിൽ ഈറ്റ്. അപ്പം 2 days അവർക്ക് TV ഒന്നും കൊടുക്കാതെ ഇരുന്നാൽ അപ് ടു 10 years ദിസ് ഈസ് ആപ്ലിക്കബിൾ. വലിയവർക്കല്ല, വലിയ ടീനേജ് ആ ഡൈനാമിക്സ് മൊത്തം ചേഞ്ച് ആവും. അവിടെ ഇതൊന്നും അപ്ലൈ ആവില്ല. അപ്പം 2 days നമ്മൾ പറയും കൊടുക്കുക വേണ്ട, ഒട്ടും കാണിക്കേണ്ട, നിങ്ങളും അത് സൈലൻറ്റ് മോഡിലിട്ടിട്ട് കോൾ ബാക്ക് ചെയ്യുക. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ കൊച്ച് ചോദിക്കുക തന്നെയില്ല TV. യു വോണ്ട് ആസ്ക്. അത് നമ്മൾ പറയുമ്പോൾ പേരൻസിന് അപ്പോൾ വിചാരിക്കും ഈ ഡോക്ടർ എന്താ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ കുട്ടി അങ്ങനെയല്ല എന്നൊക്കെ പറയും. ഞാൻ പറയും അല്ല, നിങ്ങൾ പോയി നോക്കണം, നമ്മൾ പേഷ്യൻ്റായിട്ട്. അപ്പം പിന്നത്തെ പ്രശ്നം വരുമ്പോൾ പറയും ഡോക്ടർ ആ കുട്ടിക്ക് ഫോൺ ഇവിടെ ടേബിളിൽ വെച്ചാലും വേണ്ട. അപ്പം അത്രയും ഇഫക്റ്റ് മീൻസ് ദാറ്റ് ഈസ് പോസിബിൾ ആൻഡ് ദാറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ. ഈ ADHD കുറിച്ച് സംസാരിക്കുമ്പോൾ ഉള്ളതാണ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ. സോ ഇത് മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ? അപ്പോൾ ADHDൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ഇൻ 2 places വേണം. ഇപ്പം വീട്ടിൽ മാത്രം ഹൈപ്പർ ആക്റ്റീവ്, പുറത്തെല്ലാം പോയാൽ ഭയങ്കര നല്ല കുട്ടിയാണെങ്കിൽ അതിന് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയില്ല. സോ ദർ ഷുഡ് ബി ഹൈപ്പർ ആക്ടിവിറ്റി അറ്റ് 2 places. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ബിഫോർ 7 yearsൻ്റെ ബിഫോർ അത് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ദെയർ ഫോർ എ 6 months പീരിയഡ്. എന്നാലേ നമ്മളത് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ വരുള്ളൂ അത്. സെക്കൻഡ്ലി നമ്മളിപ്പം ചിലപ്പോൾ കുട്ടിക്ക് വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, അപ്പോൾ അത് പോയി ചിലപ്പോൾ സ്കൂളിലായിരിക്കും അത് കാണിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം, വീട്ടിലില്ല. വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ ഒരു പ്രശ്നവുമില്ല, വീട്ടിൽ മാത്രം, ബിക്കോസ് പേരൻസ് ഭയങ്കര ലീനിയൻ്റാണ്. സോ അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് ഹൈപ്പർ ആക്ടിവിറ്റി. സോ ദർ ഷുഡ് ബി ആ ഒരു സ്കൂള് അല്ലെങ്കിൽ വീട് സോഷ്യൽ സിറ്റുവേഷൻ നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിന് പോകുന്നു, വേറെ വീട്ടിൽ പോകുന്നു, സോഷ്യലൈസ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം അവിടെ അവർ പ്രശ്നമാക്കുകയാണ്, അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, അവിടുത്തെ സാധനങ്ങളെല്ലാം എടുക്കുന്നു, പൊട്ടിക്കുന്നു, ഇതൊക്കെയാണെങ്കിൽ ഡെഫിനറ്റ്ലി വീട്ടിലും അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, ആ ക്രൈറ്റീരിയ ഉണ്ട്, ആ ക്രൈറ്റീരിയയിൽ വരണം. 6 months കൂടുതൽ അത് ലാസ്റ്റ് ചെയ്യണം. ഇപ്പോൾ 1 time ഓർ 1 week ഹൈപ്പർ ആക്ടിവിറ്റി, ചിലപ്പോൾ ഭയങ്കര എന്തെങ്കിലും അസുഖം വന്നിട്ട് ആയിരിക്കാം ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി. ചിലപ്പോൾ കുട്ടികൾക്കൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും വേദന ഉണ്ടാവും, അതുകൊണ്ടും ഹൈപ്പർ ആക്റ്റീവ് ആവാം, ടാൻട്രംസ് വരാം. സോ നമ്മൾ
ആ ഒരു ഡെഫിനിഷൻ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് ഹൈപ്പർ ആക്ടിവിറ്റി ADHD എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ ഫ്യൂ ക്വസ്റ്റ്യനേഴ്സ് പ്ലസ് നമ്മൾ ഒബ്സർവ് ചെയ്യും. ആൻഡ് ദിസ് ഹൈപ്പർ ആക്ടിവിറ്റി നമ്മൾ യൂഷ്വലി ആളുടെ പഠിത്തത്തിനെയോ അല്ലെങ്കിൽ ആളുടെ സോഷ്യലൈസേഷനെ ബാധിക്കുന്നില്ലെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്യാറില്ല. അത് ബിക്കോസ് ഇറ്റ്സ് നോട്ട് അഫക്റ്റിംഗ് ഹിം സോഷ്യലി ഓർ അക്കാഡമിക്കലി. അപ്പോൾ നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഈ കൗൺസിലിങ്ങും അങ്ങനത്തെ കാര്യം, കുറച്ച് ഡയറ്റൊക്കെ വ്യത്യാസം വരുത്തും, അങ്ങനെ. ലൈക്ക് അത് വളരുമ്പോൾ മാറുമോ? ആ അത് അപ്പോൾ അത് വലിയ പ്രോബ്ലം അല്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ അക്കാഡമിക്സ്, ക്ലാസ്സിൽ ഇരിക്കുന്നില്ല, ക്ലാസ്സിൽ ഭയങ്കര പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ടീച്ചേഴ്സ് തന്നെ പറയും നിങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ആളെ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദോസ് ആർ ദ തിങ്സ് വെയർ വി നീഡ് സംടൈംസ് നമുക്ക് മെഡിസിൻ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ കുറേ ഡയറ്റ് കൺട്രോളും തെറാപ്പീസ്, ബിഹേവിയറൽ തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ അതിലും വ്യത്യാസം വരും. പക്ഷെ അത് വ്യത്യാസം വരാത്തതിൽ ചിലപ്പോൾ നമുക്ക് ADHDക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് വേണ്ടി വരും. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും മെഡിസിൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം ഈ ഒരു സമയത്ത് മെഡിസിൻ യൂസ് ചെയ്തില്ലെങ്കിൽ വലുതായിട്ട് കുട്ടി റിസ്ക് ടേക്കിംഗ് ബിഹേവിയറിലേക്ക് പോവും, ഡ്രഗ്സിലേക്ക് പോവും, റഷ് ഡ്രൈവിങ്, ഇതൊക്കെ ബിക്കോസ് അവർക്കൊരു ഇമ്പൾസിവിറ്റി, ഇംപേഷ്യൻസ്, ഹൈപ്പർ, ഇതൊക്കെ ക്യാരക്ടർ ഉണ്ടല്ലോ അവർക്ക്. അപ്പം അങ്ങനത്തെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സിലൊക്കെ പോകും. സോ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതാണ് പ്രോബ്ലം വരിക. ചിലത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മരുന്ന് വേണ്ടി വരുന്ന കുട്ടികൾ, അതിന് നമ്മൾ ട്രീറ്റ് ചെയ്ത്. ചില പേരൻസ് പറയും നമുക്ക് മരുന്ന് കൊടുക്കാൻ താല്പര്യമില്ല എന്ന്. അപ്പം വേണ്ടുന്നിടത്ത് നമ്മൾ മരുന്ന് കൊടുക്കണം, വേണ്ടാത്തടത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ കേസിലും ആവശ്യമില്ല. പക്ഷേ കുറേ കേസിൽ ആവശ്യമുള്ളതും ഉണ്ട്. ആ കേസസ് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗിവ് മെഡിസിൻസ്. പല പ്രാവശ്യം നമ്മൾ ADHD എന്ന് ലേബിൾ ചെയ്തിട്ട് അവർ ADHDൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കും. പക്ഷേ ചിലത് കുറേ അണ്ടർലൈങ് പ്രോബ്ലംസ് ഉണ്ട് വിച്ച് ക്യാൻ ഗിവ് റൈസ് ടു ഹൈപ്പർ ആക്ടിവിറ്റി, അറ്റൻഷൻ പ്രോബ്ലംസ്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി. അഡിനോയിഡ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ബാക്കിലൊരു ഗ്ലാൻഡാണ്. അപ്പോൾ ഈ അഡിനോയിഡ് വലുതാവും, അലർജിയുള്ള കുട്ടികൾക്കൊക്കെ വലുതാവും. അപ്പോൾ ഇത് അഡിനോയിഡ് വലുതാവുമ്പം നമുക്ക് ശ്വാസം കിട്ടുന്നത് മീൻസ് എയർവേ ബ്ലോക്കാണത്. അപ്പോൾ മൂക്കിൽ കൂടെ അത്രയും എയർ കിട്ടുന്നില്ല. സോ ദ ഓക്സിജൻ സപ്ലൈ ടു ദ ബ്രെയിൻ ഓൾസോ അത് കുറയും. അപ്പം ബ്രെയിൻ എന്ന് പറയുമ്പോൾ ന്യൂറോൺസ് അത് ഭയങ്കര സെൻസിറ്റീവാണ് ടു ഓക്സിജൻ ഡിപ്ലീഷൻ. ഓക്സിജൻ കുറവായാൽ അത് ഭയങ്കര സെൻസിറ്റീവാണ്. ഇറ്റ് വിൽ എഫക്ട് ദ ബ്രെയിൻ സെൽസ്. അപ്പം എത്രത്തോളം കൂടുതൽ ബ്ലോക്ക് ഉണ്ട് അത് ഡിറ്റർമൈൻ ചെയ്യും. സെക്കൻഡ്ലി നമ്മൾ ഈ ഉറങ്ങുമ്പം ഇപ്പോൾ വലിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ശ്വാസം നിന്ന് പോകും. അപ്പോൾ അവർ പെട്ടെന്ന് എണീക്കും, തിരിഞ്ഞു കിടക്കും. അപ്പോൾ ഈ കുട്ടികളിലുള്ള ഈ അഡിനോയിഡിൻ്റെ സിംറ്റംസ് ആർ ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം അഡൾട്ടിന് എന്താണ് സ്നോറിങ് ഒക്കെ ഉണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ട്. അവർ പറയും നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് അവർ കാണിക്കാൻ വരും. പക്ഷേ കുട്ടികളിൽ ഈ സിംറ്റംസ് വളരെ ഡിഫറെൻറ്റ് രീതിയിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ അവർക്ക് ടിപ്പിക്കൽ സ്നോറിങ് ചിലപ്പോൾ ഉണ്ടാവില്ല. ബിക്കോസ് അവരുടെ കുറേ ഈ പോർഷൻസ് എല്ലാം ഫ്ലെക്സിബിൾ ആകുമ്പോൾ അവർ കമന്ന് കിടക്കും. അപ്പോൾ കമന്ന് കിടക്കുമ്പോൾ അവർക്ക് ശ്വാസം കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ ഫ്രോക്ക് പൊസിഷനിൽ ഇങ്ങനെ കാല് ചുരുട്ടി വെച്ചിട്ട് അങ്ങനെ കിടക്കും, അല്ലെങ്കിൽ കമന്ന് കിടക്കും, അല്ലെങ്കിൽ പേരൻസിൻ്റെ മേത്തേക്ക് കയറി കിടക്കും. ടിപ്പിക്കൽ. പിന്നെ എന്താണ്, ഇടയ്ക്ക് എണീച്ച് കരയുക, ഭയങ്കരമായിട്ട് കരയുക. പിന്നത്തെ സിംറ്റം ഈ ഹൈപ്പർ ആക്ടിവിറ്റി, അറ്റൻഷൻ ഇഷ്യൂസ്, ഭയങ്കര ഹൈപ്പർ ആവും. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ലീപ്പ് പ്രോപ്പറല്ല. നമ്മൾ ഉറങ്ങുവാണ്, നമ്മുടെ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. വെൻ യു ആർ ഇൻ ഡീപ്പ് സ്ലീപ്പ്. അപ്പം മേ ബി കുട്ടി ആ സമയം എണീച്ച് തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം ശരിയാവുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഫുള്ള് കട്ടിൽ മൊത്തം റൗണ്ട് അടിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ സിംറ്റം ഉണ്ടോ എന്ന് ചോദിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ ഇത് എടുത്ത് ചോദിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കുട്ടികൾക്ക് അഡിനോയിഡ്സ് ഉണ്ടോ ഇല്ലയെന്ന്. വെറും സ്നോറിങ് ഉണ്ടോ ഇല്ല അത് അപ്പോൾ പിന്നെ ഉണ്ടാവില്ല അഡിനോയിഡ്സ്, അങ്ങനെയല്ല. ഇവർക്ക് പ്രത്യേക രീതിയിൽ നമ്മൾ ചോദിക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന കുട്ടി വാശി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യാനാണ് പറയുക. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഈ വാശീൻ്റെ ഒരു കാരണം അഡിനോയിഡാണ്.
ഭയങ്കര വാശി അൺകൺട്രോളബിൾ ആയിട്ട്. അപ്പോൾ നമ്മൾ ബിക്കോസ് നമ്മളിങ്ങനത്തെ കുട്ടികളെ കുറേ കാണുന്ന കാരണം വി വിവർ നമ്മളെല്ലാ കുട്ടികൾക്കും അഡിനോയിഡ് നോക്കും. ബിക്കോസ് ADHD ഉള്ള കുട്ടികൾക്കെല്ലാം നോക്കണം. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ നോക്കുന്നത് ഈ കുറച്ച് ടെമ്പർ ടാൻട്രംസ് കൂടുതൽ. ടെമ്പർ ടാൻട്രംസ് ഓട്ടിസത്തിലും കൂടുതലുണ്ടാവും, ADHDയിലും ഉണ്ടാവും. പക്ഷേ ഈ ടെമ്പർ ടാൻട്രംസ് എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര കടി, അടി, കിക്കിങ് ഇതൊക്കെ. അപ്പം ഭയങ്കര ഉപദ്രവിക്കുക, അഗ്രസീവ് ടു അതേഴ്സ്, ഈ സിംറ്റം ഉണ്ടാവും. അപ്പം പണ്ടൊക്കെ നമ്മൾ പറയും ഇങ്ങനത്തെ കുറച്ച് നമ്മൾ അതിനെ ടൈം ഔട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. ഭയങ്കര വാശി പിടിച്ച് കരയുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ടെമ്പർ ടാൻട്രംസിൻ്റെ ഒരു കോസ് അഡിനോയിഡാണ്. നോട്ട് ഇൻ എവറി ചൈൽഡ്, ബട്ട് ദർ ഈസ്, നമ്മൾ നോക്കിയിരിക്കണം അഡിനോയിഡ് എന്തായാലും. ബിക്കോസ് അതർവൈസ് ആ കുട്ടിക്ക് ഈ ബ്രെയിനിലോട്ട് ഓക്സിജൻ കിട്ടാതെ വരുമ്പം ലേറ്റർ ഓൺ അത് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് മാറും. അപ്പം നമ്മൾ ഈ അഡിനോയിഡ് പണ്ടൊക്കെ പറയുമായിരുന്നു ചെറിയ കുട്ടികളല്ലേ 13 വയസ്സൊക്കെ ആകുമ്പോൾ ഈ അഡിനോയിഡ് അങ്ങ് പോവും, അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ സർജറി ഒന്നും ചെയ്യില്ല. പക്ഷെ നമ്മൾ സ്പെഷ്യൽ ചിൽഡ്രനിൽ ഇപ്പോൾ ADHD ഉള്ള കുട്ടിയാണ്, ഓട്ടിസം ഉള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ വല്ല ഡെവലപ്മെൻറ്റൽ ഡിലേ ഉള്ള കുട്ടിയാണ്, അവർക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയില്ല. നമ്മൾ സർജറി വലിയ അഡിനോയിഡ് ആണെങ്കിൽ സർജറി. പിന്നെ അലർജി ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴെപ്പോഴും ഇത് വന്നുകൊണ്ടിരിക്കും. അലർജി കാരണം എപ്പോഴെപ്പോഴും ചുമ, ജലദോഷം, ഇങ്ങനെ തുമ്മൽ ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ അഡിനോയിഡ് പിന്നെയും എല്ലാവരും നമ്മൾ ഒരു സ്പ്രേ കൊടുത്തിട്ട് ഒരു 1 മന്ത് അത് ചുരുങ്ങും. പിന്നെയും ഇത് അലർജി വരുമ്പോൾ ഇത് ആദ്യം പിന്നെ ഇതാ. അപ്പം എഫക്റ്റീവ്ലി നമുക്ക് ആ അഡിനോയിഡ് കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അലർജി ഉള്ള കുട്ടികൾ, സ്പെഷ്യൽ ചിൽഡ്രൻ, ഓട്ടിസം, ADHD ഇങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ വലിയ അഡിനോയിഡ് ആണെങ്കിൽ അത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് അല്ല, സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് അഡ്വൈസ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ബ്രെയിനിന് എങ്ങനെയെങ്കിലും ഓക്സിജൻ കൂട്ടിക്കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. ബ്രെയിനിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ബ്രെയിനിൻ്റെ ഹെൽത്ത്. ബിക്കോസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഓൾറെഡി ഇയാൾക്ക് ഓട്ടിസം ഉണ്ട്, ADHD ഉണ്ട്, പിന്നെ നമ്മൾ ഈ ബ്രെയിനിൽ ഓക്സിജൻ പോകുന്നില്ല, പ്രശ്നമാണ്. അപ്പോൾ വേഴ്സണാവും. അപ്പോൾ ഈ ADHDൻ്റെ ആ ഒരു കാരണം നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര തെറാപ്പി കൊടുത്തു, മെഡിസിൻ കൊടുത്തു, അത് ട്രീറ്റ് ആവില്ല. സോ ദാറ്റ് ഈസ് വൈ വെരി ഇമ്പോർട്ടൻറ്റ് അണ്ടർലൈങ് എന്തെങ്കിലും കോസ് ഉണ്ടോ. ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി വെരി സിമ്പിൾ തിങ് ആണ്. നമുക്ക് കുറേ പിള്ളേർക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്കും ഈ ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ അറൗണ്ട് ഒരു 10% കുട്ടികൾക്ക്, ADHD ഉള്ള 10% കുട്ടികൾക്ക് ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി ആയിരിക്കും. പിന്നെ നമ്മളൊരു റിസർച്ച് ചെയ്തപ്പോൾ 31% കുട്ടികൾ ADHDൻ്റെ അഡിനോയിഡ് കാരണമാണ്. അപ്പോൾ അവർ അഡിനോയിഡ് മാറ്റുമ്പോഴത്തേക്കും ദേ സേ ദാറ്റ് അവരുടെ റെസ്പോൺസ് നമുക്ക്, ബിക്കോസ് നമ്മുടെ അടുത്ത് അവർ ഫോളോ അപ്പിന് വരും. സോ വി നോ അവർ ENTൻ്റെ അടുത്തല്ല ഫോളോ അപ്പിന് പോകുന്നത്, നമ്മുടെ അടുത്താണ് വരുന്നത്. പക്ഷെ നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഹൗ മച്ച് ഇംപ്രൂവ്മെൻറ്റ് ദാറ്റ് ഇസ് കോസിങ്. ഈ ADHDയിൽ കുട്ടികൾക്ക് അഡിനോയിഡ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയും, അവരുടെ സ്പീച്ചിൽ ക്ലാരിറ്റി വരും, സ്പീച്ചിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും, അതേപോലെ സ്ലീപ്പ് ബെറ്റർ ആവും. സോ മെനി അഡ്വാൻറ്റേജസ്. അപ്പം പേരൻസ് ആർ വെരി ഹാപ്പി. മീൻസ് ഈ ഭയങ്കര ദേഷ്യമൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത മാതിരി പെട്ടെന്ന് നിൽക്കും. അപ്പോൾ ദേ ആർ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ കേസിൽ നമ്മൾ ADHDയിൽ ഡെഫിനറ്റ്ലി അഡിനോയിഡ് നോക്കണം. അഡിനോയിഡ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. അതുപോലെ ഈ ഹൈപ്പർ ആക്റ്റീവ് കിഡ്സിന് മധുരം കൊടുക്കരുത്. മധുരം കഴിക്കുമ്പോൾ അവർ ഭയങ്കര എക്സ്ട്രാ ഹൈപ്പർ ആവുന്നു. സോ ഹൈപ്പർ ആക്റ്റീവ് കിഡ്സിന് ഫോളോ ചെയ്യേണ്ട എന്തെങ്കിലും ഡയറ്റ് ഉണ്ടോ? ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡയറ്റ്, എന്തെങ്കിലും അലർജി ഉണ്ടോ, ഇൻടോളറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു ഡയറ്റ് കൊടുക്കാം. ചിലർക്ക് ഉണ്ടാവാറുണ്ട് ഫുഡ് ഇൻടോളറൻസ്, ഫുഡ് അലർജി. അപ്പം ഇവർക്ക് ചിലപ്പം അതൊരു ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ചിലപ്പം ബ്ലോട്ടിങ്, അങ്ങനത്തെ സെൻസേഷൻ. ആൻഡ് കിഡ്സിന് ബ്ലോട്ടിങ്, ഇങ്ങനെ വയറുവേദനയൊക്കെ വരുമ്പോൾ ദേ മേ റിയാക്ട് ലൈക്ക്, എന്താ പറയുന്നത്, അവർ ടാൻട്രംസ് പോലെയോ അങ്ങനത്തെ ഒക്കെ റിയാക്ട് ചെയ്യുക അവർ. അപ്പോൾ നമുക്ക് കുട്ടികളുടെ കേസിൽ അങ്ങനെയാണല്ലോ, നമുക്ക് അവർക്ക് പറയാൻ പറ്റാത്ത കാരണം അവർ എക്സ്പ്രസ് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫുഡ് ഇൻടോളറൻസ് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം നമ്മളെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ കുറേ അലർജി ഉണ്ട്, അല്ല കുറേ പേർക്ക് ആസ്മ ഉണ്ട്, സ്കിൻ അലർജി ഉണ്ട്, ഫുഡ് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് വി ഓൾറെഡി നോ ദർ ഇസ് എ മറ്റേ ജെനറ്റിക് ഫാക്ടർ.
അപ്പം അങ്ങനെയൊന്നുമില്ല. പക്ഷെ അപ്പം നമ്മൾ ഒരു ഡയറ്റ് ജനറലായിട്ടൊരു ഡയറ്റ് കൊടുക്കുന്നത്, അതിൽ നമ്മൾ ഭയങ്കര മധുരങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയും. ബിക്കോസ് മധുരം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നമ്മുടെ ഡോപ്പമിൻ ലെവൽസ് ആക്ടിവേറ്റഡ് ആവും. സോ അത് ആ ഡോപ്പമിൻ ലൂപ്പിൽ പോയാൽ പിന്നെ നമുക്ക് ക്രേവിങ് വരും. ഒരു മധുരം ഒരു ലഡു കഴിച്ചാൽ മതിയാവില്ല, പിന്നെയും മധുരം കഴിക്കാനേ തോന്നിക്കൊണ്ടിരിക്കും. സോ ഓൾവേസ് നമ്മുടെ വായിൽ ആ മധുരം നിൽക്കുമ്പം വി നീഡ് ടു ആ ക്രേവിങ് വരും. റഷ് അല്ലേ, ഷുഗർ റഷ് എന്ന് പറയുന്നത്. അതെ, പിന്നെ ഷുഗർ റഷും ഉണ്ടാവും, ഷുഗർ ക്രാഷും ഉണ്ടാവും. യെസ്. അപ്പോൾ നമ്മൾ ഷുഗർ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ സിക്രീഷൻ ഈസ് വെരി ഹൈ. അപ്പോൾ ഇതിന് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. അപ്പോൾ വെരി ഹൈ ഇൻസുലിൻ വരുമ്പോൾ പെട്ടെന്ന് ഷുഗർ താഴുകയും ചെയ്യും. അപ്പോൾ രണ്ട് സമയത്തും നമുക്ക് ഈ തരം സിംറ്റംസ്, ഷുഗർ ക്രാഷ് ആകുമ്പോൾ നമ്മൾ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും, ദേഷ്യം വരും, ഇറിറ്റബിലിറ്റി, അതെല്ലാം. സോ അങ്ങനെ അവർക്ക് ഈ ഓൾട്ടർനേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഈ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് ലേണിംഗ് ഡിസബിലിറ്റി. അത് നമ്മളിപ്പം കുറേയും കൂടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. സോ ഇതിൻ്റെ ഒരു കറക്റ്റ് ലൈക്ക് ആ ഡെവലപ്മെൻറ്റൽ സീക്വൻസ് എങ്ങനെയാണ് ഈ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ? ലാംഗ്വേജ്, ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന 3 തരമാണ്. വൺ ഈസ് റീഡിങ് ഡിഫിക്കൽട്ടി, സെക്കൻഡ് ഈസ് റൈറ്റിംഗ് ഡിഫിക്കൽട്ടി, തേർഡ് ഈസ് മാത്ത് ഡിഫിക്കൽട്ടി, ഡിസ്കാൽക്കുലിയ എന്ന് പറയും. റീഡിങ്ങിന് ഡിസ്ലെക്സിയ എന്ന് പറയും, റൈറ്റിങ്ങിന് ഡിസ്ഗ്രാഫിയ എന്ന് പറയും. അപ്പോൾ ഈ 3 തരമാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുന്നത്. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി ഡസ് നോട്ട് മീൻ ദറ്റ് ദ ചൈൽഡ് ഈസ് നോട്ട് ഇൻ്റലിജൻറ്റ്. ചൈൽഡ് ഈസ് ഇൻ്റലിജൻറ്റ്, ബട്ട് ചൈൽഡ് പ്രോസസ്സ് ചെയ്യുന്ന കറക്റ്റ് രീതിയിലല്ല. ഫോർ എക്സാമ്പിൾ, റീഡിങ് ഡിഫിക്കൽട്ടി ആണെന്ന് വെച്ചു. അപ്പോൾ കുട്ടി മാത്സിലൊക്കെ നല്ല മാർക്കുണ്ട്, ഓറലി പറയുമ്പോൾ നല്ല മാർക്കുണ്ട്, നമ്മളൊരു ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ക്വസ്റ്റ്യൻ ആൻസർ പറയും. പക്ഷേ എഴുതാൻ വരുമ്പം ചിലപ്പം, അല്ലെങ്കിൽ ആളോട് അത് തന്നെ റീഡ് ചെയ്യാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്തു, ഹീ വിൽ ബി ഏബിൾ ടു സേ ഇറ്റ് നോർമലി, ഓറലി പറയാൻ പറ്റും. പക്ഷേ അത് ആ സ്റ്റോറി ഒന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞാൽ ഹീ വോണ്ട് ബി ഏബിൾ ടു ഡു. അതെന്തെന്ന് വെച്ചാൽ ഈ റൈറ്റിംഗ് ചിലപ്പോൾ അവർക്ക് കാണുന്നത് തന്നെ 2 ലൈൻസ് കൂടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് തിരിഞ്ഞും മറിഞ്ഞും ആയിരിക്കാം കാണുന്നത്. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി വാട്ട് ഈസ് ഗോയിങ് ഇൻ ദ ബ്രെയിൻ വി ഡോണ്ട് നോ, ബട്ട് ദാറ്റ് ഈസ് ദ ഇഷ്യൂ. നമ്മൾ ഇപ്പം ചില ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവർ ചിലപ്പം പിന്നെ വന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയായിരുന്നു എന്നുള്ള. അപ്പോൾ അങ്ങനെയാണ് നമുക്കറിയുന്നത് ഈ ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന്. സോ വൺ ഓഫ് ദ കോസ് അതിലും എഡിനോയിഡ് ആണ്. അത് കാരണം നമ്മൾ എഡിനോയിഡ് ഏർലി ആയിട്ട് എടുക്കാനാണ് പറയുക, പിന്നെ എടുത്തിട്ട് കാര്യമില്ല. ബിക്കോസ് ഓൾറെഡി ദ ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ വി ഓൾവേസ് റെക്കമെൻഡ് ഫോർ ഓൾ ദ സ്പെഷ്യൽ ചിൽഡ്രൻ ടു റിമൂവ് എഡിനോയിഡ്സ് അറ്റ് എൻ ഏർലിയർ ഏജ് റാദർ ദാൻ വെയിറ്റിംഗ്. സോ ഈ ഒരു കോസ് കൊണ്ട് അല്ലാതെ ലേണിംഗ് ഡിസബിലിറ്റി വരും? അത് ജനറ്റിക്കായിട്ടും ഉണ്ടാവാം. ചിലരിപ്പം ഡെവലപ്മെൻറ്റൽ, ഞാൻ പറഞ്ഞില്ലേ, ക്രോൾ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ അവരുടെ കോർഡിനേഷൻ 2 ബ്രെയിനിൻ്റെയും അത്രയും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കും ചെറിയ രീതിയിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാം. പക്ഷേ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നതിനൊരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല, നമുക്കൊരു മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഈസ് ആക്ച്വലി നമ്മളിപ്പം ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ ചൈൽഡ് വിൽ ഇറ്റ് സെൽഫ് ഫൈൻഡ് ഔട്ട്, നമ്മളൊരു വേറൊരു രീതിയിൽ ഓവർകം ചെയ്തെടുക്കും യൂഷ്വലി. ചെറിയ രീതിയിലുള്ള ലേണിംഗ് ഡിസബിലിറ്റിക്കാണ് അവർ തന്നെ വേറൊരു രീതിയിൽ അവർ പഠിച്ചുണ്ടാക്കും. ആ ഒരു അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും ചിലർക്ക് ഈ റീഡിങ് ഡിഫിക്കൽട്ടി, റൈറ്റിംഗ് ഡിഫിക്കൽട്ടി ഒക്കെ വരും. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാതിരുന്നാൽ അത് പിന്നെ 10th പോയിട്ട് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ബിക്കോസ് യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഡൺ ബൈ 7 years അറ്റ്ലീസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഈ ഏർലി സയൻസ് എന്ന് പറയുമ്പം കുട്ടികൾക്ക് ABCD പഠിപ്പിച്ചെടുക്കാൻ ഭയങ്കര സമയമെടുക്കുക, മീൻസ് ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എഴുതുമ്പം തിരിഞ്ഞ് മിററിങ് ഉണ്ടാവുക. പിന്നെ കുട്ടി എഫേർട്ട് എടുക്കണ അത്രയും മാർക്സ് കിട്ടുന്നില്ല, പിന്നെ എക്സാമിൽ പോയി റൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ മാത്സിൽ കുറേ കാര്യങ്ങൾ തിരിഞ്ഞു പോകും. ഇപ്പോൾ 12 എഴുതേണ്ട 21 എഴുതിയാൽ മൊത്തം റോങ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ മാത്ത് ഡിഫിക്കൽട്ടി. അപ്പോൾ ചിലർക്ക് എല്ലാം ഉണ്ടാവും, ചിലർക്ക് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും, ചിലർക്ക് 2 എണ്ണം ഉണ്ടാവും, അങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ടാവും. സോ ഡിപ്പെൻസ്. അപ്പോൾ നമ്മൾ അവർക്ക് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചാലാണ് അവർ മനസ്സിലാക്കിയെടുക്കുക.
നമ്മൾ അവരെ അങ്ങനെ പഠിപ്പിച്ചെടുക്കണം. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്. അപ്പോൾ ദർ ആർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഫോർ ദാറ്റ്. നമ്മൾ നോർമൽ ടീച്ചേഴ്സ് അല്ല അവരെ പഠിപ്പിക്കുന്ന, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വേണം അവരുടെ രീതിയിലൊന്ന് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സോ ദേ റിക്വയർ ലോട്ട് ഓഫ് അതർ അസിസ്റ്റൻസ് ഫോർ ലേണിംഗ്. ഇപ്പം അവർക്ക് ചിലപ്പോൾ പിക്ചേഴ്സിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സാധനം സാൻഡിൽ എഴുതിപ്പിച്ചിട്ടായിരിക്കാം. സോ വെൻ യു സീ, വെൻ യു ഡു, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. നമ്മൾ കണ്ടിട്ട് നമ്മൾ പഠിക്കുന്നതും പിന്നെ അതേപോലെ നമ്മൾ ഫീൽ ചെയ്തിട്ട് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ സാൻഡിലൊക്കെ എഴുതുമ്പോൾ യു ആർ ഫീലിംഗ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ് ആൻഡ് ദാറ്റ് ഗോസ് ടു ദ ബ്രെയിൻ. അപ്പോൾ ആ പല രീതിയിൽ അതിനെ കൺസെപ്റ്റ് ഉണ്ടാക്കിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യണം. ടെക്നിക്സ് യൂസ് ചെയ്ത് അല്ലേ? സോ ദർ ഈസ് ലോട്ട് ഓഫ് വേസ് ഹൗ ടു ടീച്ച് ദം. ഇപ്പം ഒരുപാട് വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ജോൾസ്ന ഈയിടെയായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ആണെന്ന്. ലേറ്റർ സ്റ്റേജിൽ റിയലൈസ് ചെയ്തു, പക്ഷേ ചെറുപ്പത്തിലൊന്നും അത് റിയലൈസ് ചെയ്തില്ലെന്നൊരു. അപ്പോൾ ഒരു മൈൽഡ് ആയിരിക്കും. ഇറ്റ്സ് സ്പെക്ട്രമിൽ കുറേ സിംറ്റംസ് ഉണ്ട്, പക്ഷെ ആ ഒരു സിംറ്റം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഓട്ടിസ്റ്റിക് അല്ല. യു ഹാവ് ടു ഹാവ് ദാറ്റ് ഹോൾ കോമ്പിനേഷൻ ഓഫ് സിംറ്റംസ് പ്ലസ് എ സ്കോർ. നമ്മളൊരു സ്കോറിങ് ചെയ്യും, ഇത്ര സിംറ്റംസ് ഇത്ര സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബിലോ 30 സ്കോർ ആണെങ്കിൽ യു സ്റ്റിൽ ക്യാൻ ഹാവ് സം ഓട്ടിസ്റ്റിക് ട്രേറ്റ്സ്, പക്ഷേ ഓട്ടിസം അല്ല. ട്രേറ്റ്സ് എന്ന് പറയും നമ്മൾ, ഓട്ടിസ്റ്റിക് ട്രേറ്റ്സ് മാത്രം. ഓക്കെ. 30ൻ്റെ അബവ് വരുമ്പോഴാണ് സ്കോർ 30 to 35 വരുമ്പോൾ മൈൽഡ് ടു മോഡറേറ്റ്, പിന്നെ മോർ ദാൻ 36 ഇസ് സിവിയർ, അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ സ്കോർ നമുക്ക് എത്രയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പം നമുക്ക് ഒബ്സഷൻസ് ഉണ്ടാവും, ഭയങ്കര ക്ലീൻ ചെയ്ത് വെക്കണം അങ്ങനെയൊക്കെ. ദാറ്റ്സ് നോട്ട് ഓട്ടിസം. ദോസ് ടൈപ്പ് ഓഫ് തിങ്സ് can be present in autism, and if they are occurring like 1 or 2 symptoms, we don't call it autism. സോ ഇതൊരു മിത്താണോ എന്നറിയില്ല, ഓട്ടിസം നമ്മുടെ തലയുടെ അളവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനത്തെ ഒരു രീതി? തലയുടെ അളവെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എടുക്കുന്ന ഒരു അളവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് ദാറ്റ് ഈസ് ഡൺ അപ് ടു 3 years. 0 to 3 നമ്മൾ പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ബ്രെയിൻ വികസിക്കുമ്പോഴാണ് നമ്മുടെ തലയും വലുതാവുന്നത്. മീൻസ് നമ്മുടെ ഈ എന്താ പറയണ ഫോണ്ടനെയിൽസ്, നമ്മുടെ ഈ സൂച്ചേഴ്സ് അതെല്ലാം ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ബ്രെയിൻ വളരാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് ദെയർ ദ ബ്രെയിനിൻ്റെ വളർച്ച നിന്നുപോയി. അതേപോലെ when the brain is growing at a rapid rate, the head circumference can increase if the fontanelles are open. That is up till 18 months ആണ്. 18 months വരെ ഇത് ഓപ്പൺ ആയ കാരണം നമ്മൾ ഭയങ്കര റാപ്പിഡ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ തല വലുതാവും. സ്റ്റേജിൽ നമ്മുടെ ഈ കുറേ നമ്മളെ ഇൻഫർമേഷൻ പോയതും നമ്മൾ കുറേ കണക്ഷൻസ് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നതും അത് പതുക്കെ കുറേ നമ്മൾ പ്രൂൺ ചെയ്യില്ല, റോസിനൊക്കെ കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്ത് വെക്കില്ല, അതേപോലെ ഒരു പ്രൂണിങ് ഉണ്ടാവും. അപ്പം നമ്മുടെ തല ഒരു നോർമൽ സൈസിലേക്ക് വരും. പക്ഷേ ഈ ഓട്ടിസ്റ്റിക് കിഡ്സിൽ ഈ പ്രൂണിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ചിലപ്പം തല കുറച്ച് വലുതായിരിക്കും, മെഗലൻകിഫ്ലി ചെറുതായിട്ട് വലുതാവാം. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓട്ടിസം ഈസ് നോട്ട് ജസ്റ്റ് ബിഗ് ഹെഡ് എന്നല്ല, ഫിസിക്കൽ ഫീച്ചേഴ്സ് മാത്രമല്ല അല്ലേ? അല്ല, നമ്മൾ അവരുടെ കുറേ ക്യാരക്ടറിസ്റ്റിക്കും അതിൻ്റെ ക്വസ്റ്റ്യനെയർ ഉണ്ടാവും. നമ്മൾ അവരെ ഒബ്സേർവ് ചെയ്യും, ആ സാധനങ്ങൾ അവരിൽ കാണുന്നുണ്ടോ, എന്നിട്ട് നമ്മൾ സ്കോർ ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തലയുടെ അളവ് പോലെ തന്നെ നമുക്കിതിൽ വരുന്ന ഒരു ട്രേറ്റ് എന്ന് പറയപ്പെടുന്നതാണ് പല്ല് ക്രമം തെറ്റി വരുന്നത്. അപ്പം അതൊരു എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക് ആണോ ഫോർ ഓട്ടിസം ഓർ അങ്ങനത്തെ ലൈക്ക് കുട്ടികളുടെ? പല്ലിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് മിക്ക കുട്ടികൾക്കും കാണാറുണ്ട്. പല്ല് ഡീക്യാരീസ് ആകുന്നതോ, പല്ല് വരുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നതോ, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് നമ്മൾ ഓട്ടിസ്റ്റിക് കിഡ്സിൽ കാണാറുണ്ട്. പക്ഷെ അത് അട്രിബ്യൂട്ടഡ് ടു ഓട്ടിസം ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ദർ മേ ബി അതർ റീസൺസ് ആയിരിക്കാം. ഈ ഓട്ടിസ്റ്റിക് കുട്ടികൾ ഭയങ്കര എന്താ പറയുക ഫീഡിങ് ഡിഫിക്കൽട്ടിയൊക്കെ അവർക്ക് ഉണ്ടാവാം. അപ്പം ആ സമയത്ത് മേ ബി ദേ വെർ ഫെഡ് വിത്ത് ബോട്ടിൽ വായിൽ വെച്ച് ഉറങ്ങിയിട്ടുണ്ടാവാം, അതുകൊണ്ടും വരാം. പിന്നെ വൈറ്റമിൻ ഡി, കാൽഷ്യം ഡെഫിഷ്യൻസീസ് ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് കൂടുതൽ കാണുന്നുണ്ട്. നമ്മൾ മീൻസ് അങ്ങനെയല്ല, നമ്മൾ ഓട്ടിസ്റ്റിക് കുട്ടികളെല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. സോ ദാറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു സം ഓഫ് ദീസ് തിങ്സ്.
പിന്നെ ചിലർ പറയാറുണ്ട് പല്ല് മൊത്തം ആദ്യമേ വന്നു എന്ന്, നേരത്തെ വന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാം കുട്ടികളിലും ഇല്ല. അപ്പം നമുക്കത് അങ്ങനെ അതിൻ്റെ ഫീച്ചറാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പല്ലിൻ്റെ കേടുകൾ നമ്മൾ ഉറപ്പായിട്ടും കാണാറുണ്ട്. മോർ ദാൻ 50% ആർട്ടിസ്റ്റിക് കുട്ടികളിൽ കാണാറുണ്ട്. അപ്പം അതേപോലെ ഇപ്പോൾ പേരൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് സ്കൂൾ റെഡിനെസ്. എപ്പോഴാണ് നമ്മുടെ കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ റെഡി ആവുന്നത്? അതായത് ഇവരുടെ ചിലപ്പോൾ മൈൽ സ്റ്റോൺസ് മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അപ്പം ഒരു കുട്ടി എപ്പോഴാണ് സ്കൂളിലേക്ക് റെഡി ആവുന്നത്? മേ ബി ഇപ്പോൾ ഒരു കിൻഡർ ഗാർട്ടൻ എനിക്ക് തോന്നുന്നു 4 അല്ലെങ്കിൽ 5 വിടുമല്ലോ. സോ വാട്ട് ഇസ് സ്കൂൾ റെഡിനെസ്? സ്കൂൾ റെഡിനെസ്സിൽ കുറേ കമ്പോണൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്കൂൾ റെഡിനെസ് ആക്കണം കുട്ടികളെ, സ്കൂൾ റെഡി ആയിരിക്കണം. സോ ഇൻ ദാറ്റ് സെൻസ് നമ്മൾ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് നമ്മൾ വൈ വി ഹാവ് ചോസൺ 4 years or 5 years, ദാറ്റ്സ് ബിക്കോസ് നമ്മളിപ്പോൾ എഴുതിപ്പിക്കുന്ന ക്ലാസ് 1 ബിക്കോസ് ആ ഒരു ഏജിലാണ് നമ്മുടെ ഈ ഹാൻഡ് കോർഡിനേഷൻ ഐ ഹാൻഡ് കോർഡിനേഷൻ വരുന്നത്. പക്ഷെ നമ്മൾ കാണാറുണ്ട് കുറേ പേരൻസ് 3 വയസ്സിലെ 4 വയസ്സിലൊക്കെ എഴുതിപ്പിക്കാൻ തുടങ്ങുന്നത്. സോ ഇഫ് യു നമ്മൾ കുട്ടികളെ ആ ഒരു ഫേംനെസ്സും അതിൻ്റെ ആ ഗ്രിപ്പും ഒക്കെ വരണമെങ്കിൽ ആ ഒരു ഏജിലാണ് വരിക. അപ്പം നമ്മൾ നേരത്തെ തന്നെ കുട്ടികളെ അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ സ്കൂൾ റെഡിനെസ്സിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോയാൽ അവിടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുമോ. ബിഫോർ ഗോയിങ് ടു സ്കൂൾ വി ഷുഡ് ബി ചെക്കിങ് ഐസ് പ്രോപ്പറാണോ, ഇയേഴ്സ് പ്രോപ്പറാണോ, ബിക്കോസ് ലേണിംഗ് റിക്വയർസ് ഓൾ ദോസ് തിങ്സ്. നമ്മുടെ ഐസ് പ്രോപ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഐസ് കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. ആൻഡ് അവർക്ക് ചിലപ്പോൾ അവർ ടാൻഡ്രംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും അവർ ഷോ ചെയ്യുന്നത്. സോ നമ്മളെപ്പോഴും സ്കൂളിൽ പോകുന്നതിന് മുമ്പേ വൺ തിങ് ഈസ് ഐസ്, ഇയേഴ്സ് ഇതൊക്കെ ഓക്കെ ആയിരിക്കണം. പ്ലസ് നമ്മൾ നോക്കണം വെദർ ദ ചൈൽഡ് ഈസ് ഏബിൾ ടു സിറ്റ് ഫോർ സം ടൈം, പ്ലേ ചെയ്യുന്നുണ്ടോ വേറെ കുട്ടികളെ കൂടെ. ചിലപ്പം നമ്മൾ സ്കൂളിൽ വിട്ടാൽ ചിലപ്പോൾ അവർ പ്ലേ ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി വരും, ബിക്കോസ് വീട്ടിൽ വേറെ ആരുമില്ല. അപ്പം സോ റെഡിനെസ്സിൽ നമ്മളെപ്പോഴും കുട്ടി എന്താണ് ചെയ്യാം, ഇപ്പം ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ്, ബ്രഷിങ്, അതേപോലെ ഇതൊക്കെ ടോയ്ലറ്റ് ട്രെയിനിങ്, ഇതൊക്കെ റെഡി ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് സ്കൂളിൽ കൊണ്ടുവിടാൻ പറ്റുന്നത്. പ്ലസ് ഈ ഷുഡ് ബി ഏബിൾ ടു സേ ഹിസ് നീഡ്സ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നീഡ്സ്. അപ്പം നമ്മൾ സ്പീച്ച് യൂഷ്വലി നമുക്ക് നീഡ്സൊക്കെ പറയാൻ ഒരു 1.5-2 yearsലൊക്കെ നമുക്ക് പറയാൻ പറ്റും, എനിക്ക് വെള്ളം വേണം എന്നുള്ളത്. സോ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം അയക്കാനല്ലേ. നമ്മളാണ് ആ ഒരു പ്രിപ്പറേഷനിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പിന്നെ നമ്മൾ ഈ കുട്ടീനെ ബിഫോർ ഏജ് സ്കൂളിൽ അയക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് നമുക്കിപ്പം ആരും നോക്കാനില്ലാത്ത കാരണമായിരിക്കും നമ്മൾ വിടുന്നത്. സോ ദാറ്റ് ഷുഡ് നോട്ട് ബി എ റീസൺ ആക്ച്വലി. നമ്മൾ ആ കുട്ടി റെഡി ആയോ എന്നാണ് നോക്കേണ്ടത്, റാദർ ദാൻ നമുക്ക് ജസ്റ്റ് പുഷിങ് ദം. സോ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ കുട്ടി ആവുന്നത് നല്ലതല്ല. ബിക്കോസ് അവരുടെ നമ്മളെ കൂടെയുള്ളവരുടെ ബ്രെയിൻ മെച്യൂരിറ്റി വിൽ ബി മോർ ദാൻ ആർ. അപ്പം നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ബി ദ ഓൾഡസ്റ്റ് ചിൽഡ്രൻ ഇൻ ദ ക്ലാസ്. ഇപ്പം നമ്മൾ ബർത്ത്ഡേ വെച്ചിട്ടല്ലേ എടുക്കുന്നത്. അപ്പം ബർത്ത്ഡേ വെച്ചിട്ട് എടുക്കുമ്പം ഒരു എൻഡിങ് ഡേറ്റ് ഉണ്ടാകും, ഒരു ഈ ആ ഒരു ഡേറ്റിൻ്റെ അടുത്ത് വരുമ്പം ഏറ്റവും ചെറിയ കുട്ടിയായി പോകും. അപ്പം നമുക്ക് അതിൻ്റേതായ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് വരാം. വൈ ഷുഡ് വി ബി ഹാവിങ് ദ ഡിസഡ്വാൻറ്റേജ്? നമ്മളെപ്പോഴും ചിലർ അയ്യോ 1 മാസത്തെ ഡിലേ ആയാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ ചേർക്കും. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഓൾസോ ഡോക്ടർ, ഹൗ ഇമ്പോർട്ടൻ്റ് ആ വാക്സിൻസ് ഫോർ ഈ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ? അപ്പോൾ വാക്സിൻസ് എന്ന് പറയുമ്പം മെയിൻലി നമ്മൾ കുട്ടികൾക്കുള്ള വാക്സിൻസ് ടു പ്രിവെൻറ്റ് വെരി ഡേഞ്ചറസ് ഡിസീസസ്. മീൻസ് നമുക്ക് ഇപ്പം ഡിഫ്തീരിയ ഇതൊക്കെ വന്നാൽ സ്മോൾ പോക്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് സോ ഇറ്റ് വാസ് ലൈക്ക് സർട്ടൺ ഡെത്ത് അല്ലേ. അപ്പോൾ ഈ ഭയങ്കര ഭയങ്കര ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഇപ്പം വന്നാൽ പലർക്കും സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ദർ ആർ വേരിയസ് ക്രൈറ്റീരിയാസ് വൈ വി വോണ്ട് ടു പ്രിവെൻറ്റ് ദീസ് ഡിസീസസ്. അപ്പോൾ ആ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞാൽ
ഫോർ എക്സാമ്പിൾ നമ്മളൊരു വാക്സിൻ എടുക്കുന്നില്ല, എന്നിട്ട് നമുക്ക് അതിൻ്റെ അസുഖം വരികയാണെങ്കിൽ അവിടെ നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ത് അസുഖമായാലും, ഇറ്റ്സ് നോട്ട് നെസസറിലി വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസ്, എന്ത് അസുഖം വന്നാലും നമ്മുടെ ഡെവലപ്മെൻറ്റ് കുറച്ച് അവിടെ ലാഗ് ആവും, നമ്മൾ കുറച്ച് റിഗ്രസ് ചെയ്യും. ഇപ്പോൾ ഓട്ടിസം, ADHD അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ഭയങ്കര സൂക്ഷിച്ചിട്ടാണ്. അവർക്ക് നമ്മൾ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വേറെ വൈറ്റമിൻസ് കൊടുക്കും. ബിക്കോസ് അവർക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ ഇത്രയും നാൾ തെറാപ്പിയൊക്കെ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്ത് അത് ഒറ്റയടിക്ക് ബാക്കിലോട്ട് പോകും. അപ്പോൾ ദാറ്റ്സ് വൈ വി ഡോണ്ട് വാണ്ട് ദാറ്റ്. സോ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഏത് അസുഖം വന്നാലും നമുക്ക് ഡെവലപ്മെൻറ്റിൽ ഒരു ലാഗ് വരാം. സോ വി വർ ടോക്കിംഗ് അബൌട്ട് നമ്മൾ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ എന്താ പറയുക, കുട്ടി വയറ്റിലായിരിക്കുമ്പോൾ ഒരു പ്രഗ്നൻറ്റ് മദറിന് ഈ പറഞ്ഞ ഭാവിയിൽ ഓട്ടിസമോ ADHD ഒക്കെ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ളതുണ്ടോ? ഉണ്ട്. വൺ തിങ്, നമ്മൾ ഈ ബേബി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലിനാണ്. സിംഗിൾ സെൽ പിന്നെ ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവും, പിന്നെ 4 സെല്ലാവും, അങ്ങനെയാണ്. അപ്പോൾ ഈ സിംഗിൾ സെല്ലിന് അത്രയും പൊട്ടൻഷ്യലാണ്. മീൻസ് ഈ സിംഗിൾ സെല്ലിൽ വെച്ചിട്ടാണ് ഈ ഫുൾ ബേബി ഉണ്ടാവുന്നത്. സോ ദ ഏർലിയർ എന്തെങ്കിലും പ്രോബ്ലം വന്ന ആ സെല്ലിന് ദ മോർ ഡാമേജ്. മനസ്സിലായോ? അപ്പോൾ ഒരു സിംഗിൾ സെല്ലിനെ ഡിവൈഡ് ചെയ്ത് കുറേ സെൽസ് ആയിട്ടാണ് നമ്മൾ ബേബി ഉണ്ടാവുന്നത്. അപ്പം ബേബീൻ്റെ ഏർലിയർ സ്റ്റേജിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് കൂടുതൽ മൾട്ടി സിസ്റ്റം ഒക്കെ എഫക്റ്റഡ് ആവുക. സോ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റാണ്, നമ്മളെ ന്യൂറൽ ട്യൂബ്സ് എന്ന് പറയും, അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. ആ ന്യൂറൽ ട്യൂബ്സാണ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻസൾട്ട് വന്നാൽ, എന്തെങ്കിലും അസുഖം വന്നാലോ എന്തെങ്കിലും പ്രോബ്ലംസ് ആ സമയം വന്നാൽ, ഈവൻ ലൈക്ക് മദറിന് വല്ല ടെൻഷൻ വന്നാലും ദാറ്റ് ക്യാൻ എഫക്റ്റ് ദ ഈ എംബ്രിയോ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, ബ്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മദർ ഫോളിക് ആസിഡ് എടുക്കണം. അപ്പോൾ ഫോളിക് ആസിഡ് നമ്മൾ ജസ്റ്റ് പ്രഗ്നൻ്റ് ആകുമ്പോഴല്ല എടുക്കേണ്ടത്, വെൻ യു പ്ലാൻ ഫോർ പ്രഗ്നൻസി ആ സമയത്ത് എടുക്കണം. എന്നാലേ നമുക്ക് ആ പ്രിവെൻഷൻ, നമ്മൾ പ്രഗ്നൻസി അറിഞ്ഞിട്ടെടുക്കാൻ തുടങ്ങിയ ഓൾറെഡി ദാറ്റ് ഏർലിയർ പീരിയഡ് പോയി നമ്മുടെ. സോ വി ഷുഡ് വെനെവർ യു പ്ലാൻ എ പ്രഗ്നൻസി ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ ഫോളിക് ആസിഡ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം, അത് മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ സ്ട്രെസ്സ്, ടെൻഷൻ ഇതൊക്കെ നമുക്ക് നമ്മളെ കുട്ടികളെ ബാധിക്കും. പ്ലസ് സം ഹൈ BP, ബ്ലഡ് ഷുഗർ കൂടുതലാണെങ്കിൽ ഇതൊക്കെ പ്രഗ്നൻസിയിൽ റിലേറ്റഡ് കുറച്ച് സാധനങ്ങളുണ്ട്. ലൈക്ക് തൈറോയിഡ് വരാം, ഡയബറ്റീസ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും, പ്രഗ്നൻസി റിലേറ്റഡ്. BP ഹൈ ആവാം, അങ്ങനെ കുറേ ടെൻഷൻ, പിന്നെ കുറേ വോമിറ്റിംഗ് വന്നിട്ട് അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല, ന്യൂട്രീഷൻ അവരുടെ ഇതാവാം. അയൺ എടുത്തില്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി കുട്ടികൾക്കും വരാം. യൂഷ്വലി നമ്മൾ പറയുന്ന ബേബി ഈസ് എ പാരസൈറ്റ് ഓൺ മദർ, അത് വലിച്ചെടുത്തോളും, പക്ഷെ വലിച്ചെടുക്കാനും ഉണ്ടാവണമല്ലോ. സോ ദാറ്റ്സ് വൈ മദറിൻ്റെ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.